ഞാൻ എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആനാന്ന് പറഞ്ഞത്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും പറഞ്ഞപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ. ബാക്കി എല്ലാവരും ഓടിക്കഴിഞ്ഞു. ബാക്കി എല്ലാവരും ഓടി വേറെ സ്ഥലത്തെത്തി. ഏതൊക്കെ വഴി ഓടിയോ. പിന്നെ അടുത്ത് കണ്ട വീടിന്റെ ഉള്ളിലൊക്കെ കയറി. അവരൊക്കെ പേടിച്ചു. എന്ന് മുതൽ പഠിക്കണം എന്നുള്ളൊരു തോന്നൽ വന്നത്? പഠിക്കണം എന്നുള്ള തോന്നൽ എനിക്ക് ഇതുവരെയും വന്നിട്ടില്ല. ഇല്ല, പാട്ട് പഠിച്ചിട്ടില്ലേ? പാട്ട് പഠിച്ചിട്ടുണ്ട്. പഠിപ്പിച്ച സമയത്തൊന്നും എനിക്ക് പഠിക്കണം എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ഉഴപ്പായിരുന്നു. എവിടൊക്കെ ഏതൊക്കെ സ്ഥലത്ത് പോയിട്ടുണ്ട് സ്റ്റേജ് ഷോസ്? കാരണം ഒരുപാടൊന്നുമില്ല. കുറച്ച് ദുബായ്, അമേരിക്ക, സിംഗപ്പൂർ, ലണ്ടൻ, ലുക്ക് അവിടെ പോകണമെന്നുണ്ട്. പക്ഷെ ഇതുവരെയും നടന്നിട്ടില്ല. ഇനി വേണം നോക്കാം. അവിടെ പോയിട്ട് ഈ സ്ഥലങ്ങളൊക്കെ പിന്നെ കാണാനുള്ള സമയം പരിപാടി 2 മണിക്കൂറല്ലോ. ബാക്കി 22 മണിക്കൂർ സ്ഥലം കാണാനും തീറ്റയും തന്നെയായിരുന്നു. അവിടെ തിന്നാത്ത സാധനങ്ങളൊന്നുമില്ല. എന്തുമാത്രം വെറൈറ്റി സാധനം. നാനുനൈ നീങ്ക മാട്ടേ നീങ്കിനാൽ തൂങ്ക മാട്ടേ சேர்ந்ததே நம் ஜீவனை சுந்தரி கண்ணால் ஒரு சேதி சொல்லടി ഇന്നാൾ നല്ല തേതി. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് പ്ലേബാക്ക് സിംഗർ പ്രവീൺ രവീന്ദ്രനാണ്. വിശേഷങ്ങളുമായി ടോപ്പ് ഫ്രെയിമിൽ സ്വാഗതം ചെയ്യാം. നമസ്കാരം. എന്തൊക്കെയുണ്ട് പുതിയ പുതിയ വിശേഷങ്ങള്? ലേറ്റസ്റ്റ് വർക്ക് ഏതൊക്കെയാണ്? കുറച്ച് സിനിമകളിലൊക്കെ പാടി. പിന്നെ ലൈവ് ഷോസ് ആണ് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ 2 പടങ്ങൾ പാടിയിട്ടുണ്ട്. പക്ഷെ പേരും അതൊന്നും എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. ഒരു തമിഴും ഒരു കന്നഡയും, സോറി ഒരു തെലുങ്കും. അതെ, അത് ഇനിയിപ്പോ അറിയില്ല. ഇനി എങ്ങനെ ഇറങ്ങണം, എപ്പോ ഇറങ്ങണമെന്നൊന്നും അറിയില്ല. പാടി കഴിഞ്ഞു. 1998 മുതൽക്കാണ് പ്ലേബാക്ക് സിംഗിങ്ങിലോട്ട് വന്നിരിക്കുന്നത്. 98 തൊട്ട് പ്രൊഫഷണൽ സിംഗിങ്, പ്രൊഫഷണലി പ്ലേബാക്കിങ്ങിലോട്ട് വന്നു. പ്ലേബാക്ക് വന്നത് ഒരു 2014-ലൊക്കെയാണ്. ഈ ഒരു കല അല്ലെങ്കിൽ ഈ ഒരു മ്യൂസിക്കിലോട്ട് വരാനുള്ള ഒരു കഴിവ് എങ്ങനെയാണ്, ആരാ കണ്ടുപിടിച്ചത്? അങ്ങനെ കഴിവെന്നൊക്കെ പറഞ്ഞാല് വീട്ടില് എന്റെ തറവാട്ടിലെ താമസമുണ്ട്. തിരുവനന്തപുരത്താണ് തറവാട്ടില് വലിയൊരു കൂട്ടുകുടുംബം പോലെ എല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മുടെ മാമന്മാരുണ്ട്. അപ്പൊ അവരാണ് ശരിക്കും പറഞ്ഞ മ്യൂസിക് ശരിക്കും നമ്മളിലോട്ട് കയറ്റിയ ആൾക്കാർ അവരാ. ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത് കുട്ടൻ മാമൻ, പൊടിയൻ മാമൻ എന്നൊക്കെ, തക്കടു മാമൻ എന്നൊക്കെയാണ് ഞങ്ങൾ വിളിക്കാറ്. അമ്പി മാമൻ എന്നൊക്കെ ഞങ്ങൾ വിളിക്കാറ്. അവരെ പേരൊക്കെ വേറെയാണ്. അതിനകത്ത് ഏറ്റവും ഇളയ 2 മാമന്മാരുണ്ട്. അപ്പൊ അവരാണ് പാട്ടിങ്ങനെ കേൾപ്പിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവര് കേൾക്കണതാണത്. ഓണപ്പാട്ടുകള്, പണ്ടത്തെ തരംഗിണിയുടെ പാട്ടുകള്, രവീന്ദ്ര മാസ്റ്ററിന്റെ പാട്ടുകള്, പണ്ടത്തെ എല്ലാ പാട്ടുകളും. എന്റെ വീട്ടിലൊരു റേഡിയോ ഉണ്ട്. ആ റേഡിയോയിൽ എപ്പോഴും ഈ പ്രോഗ്രാംസ്, പാട്ടുകൾ ഇങ്ങനെ അതവിടെ ഇങ്ങനെ ഓണാക്കി കിടക്കും. അതങ്ങനെ. അപ്പൊ അതിനകത്ത് ഇഷ്ടംപോലെ പാട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കളികൾക്ക്, കാര്യങ്ങൾക്ക് നമ്മളിങ്ങനെ കളിയും ബോളായിട്ടൊക്കെ നമ്മൾ നടക്കും. പക്ഷെ ഈ പാട്ടിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ കേട്ട് നമ്മളും ഓട്ടോമാറ്റിക്കലി അതിലോട്ട് പാട്ടുകളുടെ ചെറിയ കുട്ടികളൊക്കെ പാടുന്ന മാതിരി തന്നെ അങ്ങനെ പോയി. പിന്നെ എനിക്ക് പാട്ട് വേറൊരു ഇതിലോട്ട് എത്തിയത് എന്റെ ചേട്ടൻ നന്നായിട്ട് പാടും. സൗദിഷ് ചേട്ടൻ നന്നായിട്ട് പാടും. നല്ല പാട്ടുകാരനാണ്. പാട്ട് പഠിച്ചിട്ടുണ്ട്, പെർഫോം ചെയ്യും. ചെറുതിലെ നമ്മുടെയൊക്കെ ചെറിയത്. പക്ഷെ ചേട്ടൻ ഇപ്പൊ പാട്ടൊക്കെ വിട്ട് ചേട്ടൻ ബിസിനസ്സും കാര്യങ്ങളും ഇപ്പൊ ദുബായിലാണ്. അങ്ങനെ ആ രീതിക്ക് അങ്ങ് പോയി. ഇല്ല, എടുത്തില്ല. ചേട്ടൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. നന്നായിട്ട് പാടുകയും ചെയ്യും, എല്ലാം ചെയ്യും. അങ്ങനെ ചെറുതിലെ അങ്ങനെയൊക്കെ നമ്മുടെ അപ്പൻ ചേട്ടനെ ഭയങ്കരമായിട്ട് പ്രോത്സാഹനമൊക്കെ കൊടുത്ത് അങ്ങനെ റെക്കോർഡിങ്സിലൊക്കെ പാടിപ്പിക്കുക. അങ്ങനെ കൂടത്തിൽ ഞാനും പോവും, കാണും, കേൾക്കും. അങ്ങനെയൊക്കെ തന്നെയാണ് തുടങ്ങിയത്. ചേട്ടനാണ് ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയാം. പിന്നെ ഞാൻ വളർന്നു കഴിഞ്ഞ് കുറച്ച് അറിവൊക്കെ ആവുന്ന സമയത്തൊക്കെയാണ് ഞാൻ അറിയുന്നത് അച്ഛനും നന്നായിട്ട് പാട്ട് പാടും. അച്ഛൻ പാട്ട് എഴുതും. പിന്നെ അച്ഛന്റെ ചെറിയ സമയത്ത്, അച്ഛന്റെ യങ് ഏജില് അച്ഛൻ നന്നായിട്ട് ഈ ഡ്രാമ കാര്യങ്ങളൊക്കെ എഴുതി സംവിധാനം ചെയ്തു. അതൊക്കെ സ്റ്റേജിൽ കയറ്റി കളിക്കുന്ന, പണ്ട് ഈ ബാല നാടകം അങ്ങനത്തെ ഒരു കാലഘട്ടങ്ങളിൽ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കാം എനിക്കും അങ്ങനെ ആ ഒരു ടേസ്റ്റ് വന്നത്. അപ്പൊ എന്ന് മുതൽ പഠിക്കണം എന്നുള്ളൊരു തോന്നൽ വന്നത്? പഠിക്കണം എന്നുള്ള തോന്നൽ എനിക്ക് ഇതുവരെയും വന്നിട്ടില്ല. പാട്ട് പഠിച്ചിട്ടില്ലേ? പാട്ട് പഠിച്ചിട്ടുണ്ട്. പഠിപ്പിച്ച സമയത്തൊന്നും എനിക്ക് പഠിക്കണം എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ഉഴപ്പായിരുന്നു.
ഞാൻ ആദ്യമായിട്ട് പാട്ട് പഠിച്ചത് ആലുവയിൽ അപ്പുകുട്ടൻ എന്ന് പറഞ്ഞിട്ട് മാഷുണ്ട്. അപ്പുകുട്ടൻ മാഷിന്റെ അടുത്താണ് ആദ്യമായിട്ട് പഠിച്ചത്. അപ്പൊ ചെറുതിലാണല്ല, നമുക്ക് പാട്ട് കൊടുത്തെന്ന് പറയുമ്പോൾ ഭയങ്കര താല്പര്യമൊന്നും ഉണ്ടാവില്ലല്ലോ മിക്കവാറും. പക്ഷെ മാഷ് ഭയങ്കരമായിട്ട് നമ്മളെ മോനെ പോലെ ഇരുത്തി ദോശയൊക്കെ തിന്ന് അങ്ങനെ പഠിപ്പിക്കല്. അങ്ങനെ പഠിപ്പിച്ച് ഞാനൊരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ആയപ്പോഴത്തേക്കും മാഷ് മരിച്ചുപോയി. മാഷ് ഇപ്പം ഇല്ല. പിന്നെ അതിനുശേഷം ഉദ്യോഗമണ്ഡൽ വിജയകുമാർ എന്ന് പറഞ്ഞ മാഷുണ്ട് ആലുവയില്. ഏലൂരാണ് മാഷിന്റെ വീട്. പിന്നെ ടാസ്ക് ഹാളില് അവിടെ പഠിച്ചത് ഒരു ഡിഗ്രി സമയം വരെ. പിന്നെ ഡിഗ്രിക്ക് മ്യൂസിക് എടുത്തു മഹാരാജാസിൽ BA മ്യൂസിക് എടുത്തു. MA സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പോഴത്തേക്കും പ്രൊഫഷണൽ പ്രോഗ്രാംസിലോട്ടൊക്കെ കയറി. പിന്നെ അങ്ങനെ പോയി. പഠിത്തം അവിടെ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തില്ല. BA കംപ്ലീറ്റ് ചെയ്തു, MA കംപ്ലീറ്റ് ചെയ്തില്ല. മഹാരാജാസ് എനിക്ക് തോന്നുന്നു ഒരുപാട് ലെജൻസ് അല്ലെങ്കിൽ ഒരുപാട് കലാകാരന്മാരുടെ ഒരു കോളേജ്. അടിപൊളി. പഠിക്കുന്ന സമയത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ ആ സമയത്ത്? അങ്ങനെ വലിയ വലിയ ആൾക്കാർക്ക് ഒരുപാട് പേരുണ്ട് അവിടെ. പക്ഷെ നമുക്കൊന്നും അങ്ങനെ ഡയറക്റ്റ് പരിചയങ്ങളൊന്നുമില്ല ചേട്ടൻ. അന്ന് കാണുമ്പോ ഹായ് ബായ് ആണ് എല്ലാരും. അങ്ങനെയൊക്കെ തന്നെ. ഈ BA മ്യൂസിക് അക്കാഡമിക്കലി മ്യൂസിക് എഡ്യൂക്കേഷൻ ആണല്ലോ എടുത്തത്. അത് പ്രാക്ടിക്കൽ വന്നപ്പോ എത്രമാത്രം അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു? പാട്ട് പഠിക്കുന്നത് എന്തുകൊണ്ട് നല്ലതല്ലേ. പിന്നെ അത് ഭയങ്കര വലിയൊരു കാര്യമല്ലേ. ഇപ്പൊ പാട്ട് അറിയില്ലാത്ത ആൾക്കാരും വളരെ നന്നായിട്ട് പാടുന്ന ആൾക്കാരുണ്ട്. പഠിക്കാത്തവരും വളരെ നന്നായിട്ട് പാടും. പാട്ട് പഠിച്ചാൽ കുറച്ചും കൂടി നമുക്ക് അത് അഡ്വാൻസ്ഡ് ആണ്. നമുക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് ആണ്. സാധകം ചെയ്യുമ്പോൾ നമ്മുടെ സൗണ്ട് ഒക്കെ നന്നാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ സമയത്ത് ഡിവോഷണൽ സോങ്സും ആൽബം സോങ്സ് ഒക്കെ പാടിയിരുന്നു. ആ സമയത്തൊക്കെ ചെറുതായിട്ടൊക്കെ പാടുമായിരുന്നു. എന്നാൽ ആദ്യമായിട്ട് റെക്കോർഡിങ്ങിന് പാടിക്കുന്നത് നമ്മുടെ ആലുവലത്തെ മനോജ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, ബേസ് ഗിറ്റാറിസ്റ്റ്. ദാസാറിന്റെ കൂടെയൊക്കെ വായിച്ചുകൊണ്ടിരുന്ന ഒരു ചേട്ടനാണ് മനോജ് എന്ന് പറഞ്ഞിട്ട്. മനോജ് ചേട്ടന്റെ ഒരു വർക്കിനാണ് ഞാൻ ആദ്യമായിട്ട് റെക്കോർഡിങ്ങിൽ പാടുന്നത്, ആൽബം സോങ്. അതൊരു ക്രിസ്ത്യൻ ഡിവോഷണലാണ്. ബെന്നി എന്ന് പറഞ്ഞ ചേട്ടനാണ് മ്യൂസിക് ചെയ്തിട്ട്. മനോജ് ചേട്ടന്റെ ഓർക്കസ്ട്രേഷൻ. മനോജ് ചേട്ടൻ മ്യൂസിക് ഉണ്ട്, അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പൊ മനോജ് ചേട്ടന്റെ കൂടെയാണ് ആദ്യമായിട്ട് റെക്കോർഡിങ്ങിനൊക്കെ. അന്ന് അത് 2002 2004 ആ സമയത്തൊക്കെ ഉണ്ട്. അങ്ങനെ ആ സമയത്ത് 2000-ലാണ് എനിക്ക് തോന്നുന്നു ഏഷ്യനെറ്റിന്റെ സരിഗമ. അത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് MG ശ്രീകുമാർ സാറിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, സരിഗമ എന്ന് പറഞ്ഞിട്ട്. സരിഗമ MG സാർ അത് നടത്തിക്കൊണ്ടിരുന്നത് ആ പ്രോഗ്രാമിന്റെ ഏഷ്യാനെറ്റില്. റിയാലിറ്റി ഷോ അല്ല. അതങ്ങനെ കേരളത്തിൽ വലിയ വലിയ കോളേജുകൾ മത്സരിക്കുന്ന ഒരു കോമ്പറ്റീഷൻ പോലത്തെ ഒരു പരിപാടി. കോമ്പറ്റീഷൻ തന്നെ, കോളേജസ് തമ്മിൽ. അതിന് ഒരു കോളേജിനെ റെപ്രസെന്റ് ചെയ്ത് 2 പേരുണ്ടാവും. അപ്പൊ ഞാനും ശാന്തില എന്നുള്ള ചേച്ചിയുണ്ട്. ആ ചേച്ചിയും കൂടിയാണ് ഞങ്ങൾ ആ മഹാരാജാസിനെ റെപ്രസെന്റ് ചെയ്ത് ഞങ്ങളാ പോയത്. അപ്പൊ പോയിട്ട് ഞങ്ങളുടെ കൂടെ വേറെ കോളേജ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പാലക്കാട് ചിറ്റൂർ കോളേജ്, സ്വാതിനാൾ കോളേജ്, സെന്റ് തെരേസാസ്, സെന്റ് ആൽബർട്ട്സ്, അങ്ങനെ കുറെ കോളേജുകൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് ഫസ്റ്റ് കിട്ടി. എങ്ങനെയോ. അല്ലാതെ എന്തായിരുന്നു പ്രോഗ്രാം ശരിക്കും? പാട്ട് തന്നെ. സാറ് MG സാർ എന്തെങ്കിലും പാടും. പാടിയിട്ട് അതിനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ക്വസ്റ്റ്യൻ അറിയുന്നവര് അതിന്റെ ആൻസർ പറഞ്ഞിട്ട് ആ പാട്ട് കംപ്ലീറ്റ് ആണ്. ചിലപ്പോ പല്ലവി പാടി. പണ്ട് 2000 സമയത്താണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഷോ ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു. കോളേജിലൊക്കെ അപ്പൊ ഒരു ഭയങ്കര ഫാൻസ് കുറെ പേരുണ്ടാവും. അങ്ങനെ മഹാരാജാസ് കോളേജിൽ എന്ത് ഫാൻസ് അവിടെ ഉള്ളവരൊക്കെ എല്ലാരും വലിയ പാടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാ ആൾക്കാരും അവിടെ ഉള്ളവരൊക്കെ വലിയ വലിയ പരിപാടികളല്ലേ. അതുകൊണ്ട് പിന്നെ അങ്ങനെ വലിയ ഇതൊന്നുമില്ല. അല്ലെങ്കിൽ എനിക്ക് ഫാൻസ് ഒന്നും ഇല്ല. ഇപ്പോഴും ഇല്ല. ഫാൻസിന്റെ ലെറ്റർ കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. ഒരുപാട് പടങ്ങളിലൊക്കെ പാടിയിട്ടുണ്ടല്ലോ, എന്നിട്ട് പോലും അങ്ങനെയൊന്നും വന്നിട്ടില്ല. അങ്ങനെ അറിയപ്പെടുന്ന ഒരു വലിയൊരു പാട്ടുകാരൻ എന്നൊന്നും പറയാനില്ലല്ലോ. എന്തോ ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ട് അപ്പനമ്മമാരുടെ പ്രാർത്ഥനയും നമ്മൾ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് കിട്ടിയ കുറച്ച് അവസരങ്ങൾ. പിന്നെ നല്ല കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ ഒരു പടമൊക്കെ ചെയ്യുമ്പോൾ നമ്മള് കാല് പിടിച്ചൊക്കെ ചോദിക്കും. എപ്പോഴും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ തരണേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഏതാ ട്രാക്ക് പാടാൻ വേണ്ടി വിളിക്കും. ട്രാക്ക് കമ്പോസിങ്ങിന് ട്രാക്ക് പാടാൻ വേണ്ടിയിട്ടൊക്കെ ഇവര് വിളിച്ചിട്ട് അങ്ങനെ പാടിച്ചിട്ട് ചിലപ്പോൾ അത് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഷൂട്ട് ചെയ്യണത്. അപ്പൊ ചിലപ്പോ അതോ എന്തോ ആ സമയത്ത് അത് ശരിയാവും. അവരൊരു ഇത് മതി എന്ന് പറയും. അങ്ങനെ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയൊരു സംഭവിച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. പറഞ്ഞു വരുമ്പോ കുറെ പറയണം. അപ്പൊ പുള്ളിയുടെ പടത്തിൽ പാടിയ സമയത്ത് 4 പാട്ട് ഞാൻ തന്നെ പാടിയത്, ട്രാക്ക് പാടിയത്. പക്ഷെ ആ പടത്തിൽ 4 പാട്ടും എന്റെ തന്നെ വെച്ചത്. അവരത് മതി എന്ന് പറഞ്ഞത്. തമിഴ് പടം D3 എന്ന് പറഞ്ഞിട്ട് തമിഴ് പടം. അത് കഴിഞ്ഞൊരു 4-5 കൊല്ലമായിട്ടുള്ള ഇറങ്ങിയിട്ട്. എന്റെ മ്യൂസിക് ഡയറക്ടർ ശ്രീജിത്ത് എടവന എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ഡയറക്ടറാണ്. ശ്രീജിത്ത് എടവന എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവൂല. പക്ഷെ പാട്ട് പറഞ്ഞാൽ ലോകം മൊത്തം അറിയും. അങ്ങനത്തെ ഒരു മ്യൂസിക് ഡയറക്ടറാണ് പുള്ളി.
ഈ പാട്ടൊക്കെ പുള്ളിയുടെയാ, നെഞ്ചോട് ചേർത്ത്, നിവിൻ പോളി, നസ്രിയ, നെഞ്ചോട് ചേർത്ത്, അത് പിന്നെ ഏതാണ്, ഓ ഇതാരൊരാ എനിക്കായി തൂങ്ങുന്ന ശിക്കാരി ശംഭുല പാട്ട്, പിന്നെ മറ്റേ താരം പതിപ്പിച്ച കൂടാരം, ദീപക് പാടിയ പാട്ട്, അതെല്ലാം. പിന്നെ അതിലും വലിയൊരു പാട്ടാണ് നമ്മുടെ ഇപ്പൊ ഈ അടുത്ത് റീസെന്റ് ഭയങ്കര ഹിറ്റായ പാട്ടുണ്ടായിരുന്നു, ശ്രീറാം പാടിയ പാട്ട്, ഓഹോ കാതൽ എൻ കവിയെ നീ എന്നരികിൽ വന്നാലേ. അതൊക്കെ മ്യൂസിക് ആ പാട്ടിൽ ഞാനും പാടിയിട്ടുണ്ട്, ശ്രീറാമിന്റെ കൂടെ ഞാനും പാടിയിട്ടുണ്ട്. അതൊക്കെ ശ്രീജിത്ത് അടവന അദ്ദേഹത്തിന്റെ മ്യൂസിക്കാണ്. അങ്ങനെ ഒരു വലിയൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഈ ശ്രീജിത്ത് അടവനന്റെ കൂടെയാണ് ഞാൻ കൂടുതലും പാട്ട് പാടിയേക്കുന്നത്. ഇത് സാൽമൺ എന്ന് പറഞ്ഞ പടമാണ്. ഇത് സാൽമൺ എന്ന് പറഞ്ഞ പടത്തില് അത് വിജയ് യേശുദാസ് ആയിരുന്നു നായകൻ. അപ്പൊ വിജയ് ആ ചേട്ടന് വേണ്ടിയിട്ടും കന്നഡയിൽ പാടി. പുള്ളി നായകൻ. അതെ അതെ അതെ, അത് 7 ലാംഗ്വേജസ് ആയിരുന്നു. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി, ബംഗാളി, പിന്നെ ഏതോ ഒരു ഭാഷയും കൂടെ ഉണ്ടായിരുന്നു, ഏതോ ഒരു ഭാഷ. അങ്ങനെ 7 ലാംഗ്വേജിലായിരുന്നു അത് ചെയ്തത്, സാൽമൺ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനകത്ത് വിജയ് യേശുദാസ് ആയിരുന്നു നായകൻ, ഞാനായിരുന്നു പാടിയത് പുള്ളിക്ക് വേണ്ടി. അങ്ങനെ ഒരു കന്നഡ പാട്ട്, ഒരു തമിഴ് പാട്ട്, അങ്ങനെ ആ പടത്തില് പുള്ളിക്ക് വേണ്ടി പാടി. അതിന്റെ ഡിക്ഷനൊക്കെ എങ്ങനെ പഠിച്ചു? അങ്ങനെ പഠിച്ചു എന്ന് പറഞ്ഞാൽ ലിറിസിസ്റ്റ് ഉണ്ടാവും കൂടെ, നമ്മള് പാടുമ്പോ തെറ്റും, ഇങ്ങനെ എല്ലാം പറയും, പിന്നെയും പാടിക്കും, തെറ്റും, പിന്നെയും പാടിക്കും, തെറ്റും, ഇങ്ങനെ തെറ്റി എവിടെയെങ്കിലൊക്കെ ശരിയാവും. അപ്പൊ അതാ ഓക്കെ പറയും. അങ്ങനെ സിദ്ധ ശ്രീറാമിന്റെ കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു അല്ലേ? അത് ഇല്ലില്ല, പുള്ളി ഈ പാട്ട് പാടിയത് UK അവിടെ പുറത്തുനിന്ന് അവിടെ നിന്ന് അത് പാടി അവിടെ നിന്ന് അയച്ചു കൊടുത്തിട്ട് പാടി പറഞ്ഞു. ഞാനൊക്കെ ഇവിടെ നിന്നാ പാടിയത്. അതിന്റെ ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ കൂടെ ഒരു സോങ് ഷെയർ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞ വലിയൊരു കാര്യം. ആ പാട്ട് മനമുരുകനും കുതിഹലനാക തവറുകളിനി സരിയണമാര தொலைவுகளை தொலைத்தோம் ஒன்றாய் வா. ஓஹோ காதல் என் கவியே நீ என் அருகில் வந்தாலே உலகம் ஏன் இருளுது பகலிரவாய் மாறுது வளைவுகள் எல்லாம் வளைந்து தொலைந்து போவோமா. അങ്ങനത്തെ ഒരു പാട്ട്, ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ട്, അത് ഭയങ്കര ട്രെൻഡായി. ഒരു ദിവസം ഞാൻ ഈ പാട്ട് ഇപ്പൊ നമുക്ക് എവിടെ പോയാലും പറയാൻ പറ്റുന്ന ഒരു പാട്ടാണത്. ഞാനും ഈ പാട്ടിൽ പാടിയിട്ടുണ്ട്. മെയിൻ ശ്രീറാമാണ് പാടിയേക്കുന്നത്. അതെ അതെ അതെ. അപ്പൊ ഞാനൊരു ദിവസം നോക്കിയപ്പോഴത്തേക്കും ശ്രീറാമിന്റെ പ്രോഗ്രാം US ഇവിടെ നടക്കുകയാണ്, ഒരു വലിയൊരു സ്റ്റേഡിയം. അപ്പൊ നമുക്ക് ഇവിടെ ഈ പാട്ട് ഞാൻ പാടിയതാണ്, മീൻസ് നമ്മൾ ഈ പാട്ടിലുണ്ട്, അത്ര കഴിഞ്ഞ് അത് കഴിഞ്ഞു എന്നുള്ള മൈൻഡിലിരിക്കുക. ഒരു ദിവസം നോക്കിയപ്പോഴത്തേക്ക് ഈ പാട്ട് US ഏതൊരു വലിയൊരു സ്റ്റേഡിയം, ആ സ്റ്റേഡിയത്തിൽ പുള്ളിയുടെ ഷോ നടക്കുമ്പോ പുള്ളി ഈ പാട്ട് പാടുകയാണ്, ശ്രീറാം ഈ പാട്ട് പാടുകയാണ്. പാടുമ്പോ സ്റ്റേഡിയം മൊത്തം പാടുകയാണ് ഈ പാട്ടേ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇതായി പോയിട്ട് ഞാൻ അപ്പൊ തന്നെ മ്യൂസിക് ഡയറക്ടർ ശ്രീജിത്ത് അടവന പുള്ളിനെ വിളിച്ചു പറഞ്ഞു, ബ്രോ ഇത് കണ്ടോ, ഞാനും കണ്ടടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ഹാപ്പി. അങ്ങനെ ഭയങ്കര ഇതായിരുന്നു. ഏഷ്യനെറ്റിന്റെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു സി കേരളത്തിലോട്ടും വന്നു അല്ലെ, ഗ്രാൻഡ് ജൂറി ആയിട്ട്. അത് ഈ അടുത്താണ്, അത് ഈ കഴിഞ്ഞ വർഷം ഗ്രാൻഡ് ജൂറി ആയിട്ട് അങ്ങനെ. അത് ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു. മെയിൻ ജഡ്ജസ് മധുചേട്ടൻ ഉണ്ടായിരുന്നു, സുജാത ചേച്ചി ഉണ്ടായിരുന്നു, ഷാനിക്ക ഉണ്ടായിരുന്നു, ജീവ ആങ്കറിങ്, അവരായിരുന്നു മെയിൻ. പിന്നെ അതൊരു ആ ഷോയുടെ ഒരു പാർട്ടാണ് ഗ്രാൻഡ് ജൂറി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ അങ്ങനെ കുറച്ച് പ്രൊഫഷണലി പാടുന്ന കുറച്ച് പേര് ഇരുന്ന് അങ്ങനെ ജഡ്ജസ് അല്ല, ഗ്രാൻഡ് ജൂറി എന്നൊരു പോർഷൻ. ഞങ്ങൾ ഇരിക്കുന്നു, ചായ കുടിക്കുന്നു, പഴംപൊരി മാർക്കിടൊന്നുമില്ല, പാട്ട് കേൾക്കുന്നു. പിന്നെ ഒരുപാട് കുട്ടികളെ അതിനകത്ത് കാണാൻ പറ്റി. നമുക്കില്ലാത്ത പല ഗുണങ്ങളും നമ്മൾ ചെറിയ കുട്ടികളിൽ കാണാൻ പറ്റും. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ, ഭയങ്കര ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. കാര്യം നമ്മളിപ്പോ ഗ്രാൻഡ് ജൂറി ആയിട്ട് വെറുതെ അവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ല, അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. നല്ല ഓർമ്മയായിരുന്നു അത്. ഈ മ്യൂസിക് ആണ് കരിയർ എന്നുള്ള ഒരു മൊമെന്റ് എപ്പോഴാണ് വന്നത്? മ്യൂസിക് ആണ് കരിയർ എന്നുള്ളത് അത് വൻ കോമഡിയാണത് ശരിക്കും പറഞ്ഞാൽ. ഞാൻ അത്യാവശ്യം കുറച്ച് നന്നായിട്ട് പഠിക്കുമായിരുന്നു ചെറുതിലെ, സ്കൂളിലൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്തായിരുന്നു ചെറുതിലെ, തറവാട്ടിലായിരുന്നു. പിന്നെ ഞാനൊരു 2ാം ക്ലാസ് തൊട്ട് ഇവിടെ കാസർഗോഡും 1ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, നഴ്സറിയിലും പഠിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തും 1ാം ക്ലാസ്സിലും നഴ്സറിയിലും പഠിച്ചിട്ടുണ്ട്. 2ാം ക്ലാസ് തൊട്ട് ഇവിടെയാണ്, എറണാകുളത്താണ്, ആലുവയിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഈ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവിടെ
ചെറുതിലെ അവിടെ ഉള്ള പാട്ടൊക്കെ ഇങ്ങനെ വീട്ടിൽ പാടി നടക്കുന്നല്ലാണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ നമ്മൾ പാട്ട് പാടുന്നതാണെന്നോ ഇത് പാട്ടാണെന്നോ ഇത് പാട്ടിൽ ട്യൂൺ ഉണ്ടെന്നോ അങ്ങനെ നമുക്ക് നമ്മൾ ചുമ്മാ ചെറിയ പിള്ളേർ കളിക്കണ പ്രായത്തിൽ അവർ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ. അപ്പോൾ ഇവിടെ വന്നിട്ട് ആരോ ഇങ്ങനെ മൂളി കേട്ടപ്പോഴത്തേക്കും 2ാം ക്ലാസ്സിൽ ഇവിടെ ഇവൻ പാടും എന്നൊക്കെ പറഞ്ഞ് തള്ളിവിട്ട എന്നെ. അപ്പോൾ ഗ്രേസമ്മ എന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ട്, എൻ്റെ 2ാം ക്ലാസ്സിലെ ടീച്ചർ. ഗ്രേസമ്മ ടീച്ചറാണ് എന്നെ പാടുന്ന പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് വിളിച്ച് ഒരു പാട്ടൊക്കെ പാടിപ്പിച്ചപ്പം ഗ്രേസമ്മ ടീച്ചർ പറഞ്ഞു, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്, നല്ല പാട്ടാണ്, നിനക്ക് ഞാൻ ഇവിടുത്തെ സ്കൂളിൻ്റെ മ്യൂസിക് ടീച്ചറൊക്കെ ഞാൻ നിന്നെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഗ്രേസമ്മ ടീച്ചർ ഞങ്ങളുടെ സ്കൂളിൻ്റെ മ്യൂസിക് ടീച്ചറുണ്ട് ഷാജി എന്ന് പറഞ്ഞിട്ട്, ഷാജി ടീച്ചറെ പരിചയപ്പെടുത്തി എന്നെ ഇവൻ പാടും, ഇവനെയും കൂടി സ്കൂളിൻ്റെ പ്രയറിലും അവിടെയൊക്കെ എടുക്കണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്നെ എല്ലാത്തിലും അങ്ങനെയാണ് ഉൾപ്പെടുത്തി. അങ്ങനെയാണ് ഞാൻ പാട്ടുകാരനാണ് എന്നൊരു സംഭവം. അപ്പോഴത്തേക്കും സ്കൂളിൽ എല്ലാവരും അറിഞ്ഞു പാട്ടുകാരൻ. പിന്നെ നമ്മുടെ ക്ലാസ്സിലൊക്കെ ഒരാൾ പാടും എന്ന് പറഞ്ഞാൽ പിന്നെ അത് വലിയ ആഘോഷം പോലെയാണല്ല, ആ പണി കൊടുക്കാൻ നമ്മളെ കൊണ്ട് പാടിപ്പിക്കുമല്ലോ. അങ്ങനെ പാടിയതായി. പിന്നെ സ്കൂളിലൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അങ്ങനെയാണ് അച്ഛൻ അപ്പുക്കുട്ട മാഷിൻ്റെ അടുത്ത് അച്ഛൻ കൊണ്ടുപോയി എന്നെ കൊണ്ട് പഠിപ്പിക്കാനാക്കണത്. പിന്നെ അങ്ങനെ പാട്ട് പഠിത്തങ്ങളായി. പക്ഷെ അപ്പോഴും സാറ് പറയുമ്പോഴും ഞാൻ പഠിക്കലൊക്കെ ഭയങ്കര ഇതാണ്. പിന്നെ മാഷിന്റെ മോനുണ്ട് രാജേഷ് ഏട്ടനോട് രാജീവ് ഏട്ടനുണ്ട്, 2 പേരുണ്ട് മാഷിൻ മക്കള്. അതിൽ രാജേഷ് ഏട്ടൻ ഇപ്പോഴത്തെ വലിയ മ്യൂസിക് ഡയറക്ടറാ. അപ്പം ഞാനന്ന് സാറിൻ്റെ അടുത്ത് പഠിക്കുന്ന സമയത്ത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് രാജേഷ് ഏട്ടൻ ഒരു സിനിമ ചെയ്തപ്പോഴും ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്തത്. രാജേഷ് അപ്പുക്കുട്ടൻ നമ്മുടെ കാരണവർ എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഉണ്ടായിരുന്നു, മുകേഷിന്റെ മോനൊക്കെ അഭിനയിച്ചൊരു സിനിമ. അത് കഴിഞ്ഞും പിന്നെ പുള്ളി തമിഴിലും തെലുങ്കിലൊക്കെ കുറെ പടം ചെയ്തു. രാജേഷിന്റെ ഫിലിമിൽ ഒരു മലയാളം സോങ് പാടിയത് ഭയങ്കര ഒരു വലിയൊരു കാര്യം എനിക്ക്. ഫസ്റ്റ് ഫിലിം സാമ്പാറാന്ന് തോന്നുന്നു അല്ലേ? ഫസ്റ്റ് ഫിലിം സാമ്പാർ, അത് 2014 അതില് അത് ആ ഒരു കോൾ എങ്ങനെയായിരുന്നു വന്നത്? അത് ആക്ച്വലി കോളല്ല, എല്ലാം ഞാൻ അങ്ങോട്ട് പോയി ചോദിക്കണതാ, അല്ലാണ്ട് ആരും അങ്ങോട്ട് പോയി ചോദിച്ചിട്ടാണല്ലോ കോൾ ഇങ്ങോട്ട് വരുന്നത്. അത് നമ്മുടെ തൃശ്ശൂർ സണ്ണി വിശ്വനാഥ് എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്, മ്യൂസിക് ഡയറക്ടറാണ്. വലിയ ലെജൻസിന്റെ കൂടെയൊക്കെ പുള്ളി പ്രോഗ്രാം ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ ഈ ബിസിനസ് അല്ല, ആക്ച്വലി ഈ മ്യൂസിക് കമ്പനിയുടെ പരിപാടികളൊക്കെ ആയിട്ടൊക്കെ നിന്ന് പിന്നെ അതൊക്കെ മ്യൂസിക് കമ്പനിയൊക്കെ ഇതായപ്പം സണ്ണി ചേട്ടൻ തൃശ്ശൂർ സെറ്റിലായി. അങ്ങനെ എനിക്ക് പരിചയം വന്നു, കൊച്ചിൻ ത്രൂ ആണ് പരിചയം വന്നത്. അപ്പോൾ കൊച്ചിൻ്റെ ഒരു പ്രോഗ്രാമാണ്, ബാലേന്ദ്ര മേനോൻ സാറിൻ്റെ ഒരു പ്രോഗ്രാം ഉള്ള സമയത്ത് കൊച്ചിനാണ് ഓർക്കസ്ട്ര. അപ്പോൾ സണ്ണേട്ടനാണ് ഈ ആർട്ടിസ്റ്റിനെ മുഴുവൻ, ഈ സിംഗേഴ്സിനെ മുഴുവൻ അറേഞ്ച് ചെയ്യണത്. അപ്പം അങ്ങനെ അവിടെ ഇരുന്ന സമയത്ത് അനൂപ് വന്നിട്ടാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അനൂപ് ഭയങ്കര കമ്പനിയാണ്, എല്ലായിടത്തും അറിയില്ലെങ്കിൽ അനൂപ് ഒന്ന് മുട്ടും. അങ്ങനെ എൻ്റെ അടുത്തും വന്നു അനൂപ് മുട്ടി, ആരാ എന്താന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ ബിഗ് ബോസിലെ അനൂപ് കൃഷ്ണൻ, പാലക്കാടുള്ള പട്ടാമ്പി അനൂപ് കൃഷ്ണൻ. ഇപ്പൊ മറ്റേ സീരിയലൊക്കെ ഒരുപാട് ഇപ്പൊ സിനിമയിലൊക്കെ ഒരുപാട് സിനിമയിലൊക്കെ ഉണ്ട്, ഞങ്ങള് ക്ലോസ് ഫ്രണ്ട്സാ. അപ്പൊ അങ്ങനെ അനൂപാണ് സണ്ണിയേട്ടനെ പരിചയപ്പെടുന്നത്. അത് നീ പാട്ടുകാരനാണെങ്കിൽ സണ്ണിയേട്ടനെ പരിചയപ്പെടുത്താം വാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയിട്ട് അങ്ങനെ പരിചയപ്പെട്ടു. ഞാൻ സണ്ണിയേട്ടനെ പരിചയപ്പെട്ടു. സണ്ണിയേട്ടൻ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ വരാം, അങ്ങനെ പരിചയപ്പെട്ടു. അങ്ങനെ സണ്ണിയേട്ടൻ്റെ അടുത്ത് പോയി. സണ്ണിയേട്ടൻ്റെ കൂടെയുള്ള സമയം ഭയങ്കര രസമുള്ള കുറെ പരിപാടികളാണ്. സണ്ണിയേട്ടൻ ഒരു വലിയൊരു ഫ്ലാറ്റ് ഉണ്ട്, ആ ഫ്ലാറ്റിൽ ഞങ്ങളെല്ലാവരും കൂടുന്നു, വർത്താനങ്ങൾ പറയുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഫുള്ള് പാട്ട് പരിപാടി കാര്യങ്ങൾ. അങ്ങനെ സണ്ണിയേട്ടൻ 2014 ഒരു പടം ചെയ്തു, സാമ്പാർ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിനകത്ത് സണ്ണിയേട്ടനാണ് എനിക്ക് ആദ്യമായിട്ട് ആ സിനിമയിൽ ഒരു പാട്ട് പാടാം. അപ്പം ആ പാട്ട് പാടിയത് ഞങ്ങൾ 5 പേര് ചേർന്നിട്ടാണ്. ശ്രീകാന്ത്, ശ്രീരാഗ്, സിമ്രൻ, ഡെൽസി നൈനാൻ. അപ്പം അതിനകത്ത് അങ്ങനെ അവരുടെ കൂടെ പാടാൻ കിട്ടി. അതാണ് ഫസ്റ്റ് ആയിട്ട് പാടിയത് സണ്ണിയേട്ടനാണ് ആദ്യമായിട്ടൊരു ചാൻസ് തന്നത്. രണ്ടാമതൊരു സിനിമയും ചെയ്തു, അത് സണ്ണിയേട്ടൻ്റെ കെയർ ഓഫിൽ തന്നെയാണ് ആ പടം വന്നത്. അത് UK റെനിത് ഷെയ്ൽ എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, പുള്ളിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു. അപ്പൊ അതിലും സണ്ണിയേട്ടനാണ് എന്നെ സജസ്റ്റ് ചെയ്തത്. സണ്ണി വിശ്വനാഥ് സണ്ണിയേട്ടനാണ് എന്നെ അതിലേക്കും എനിക്ക് തന്നു. പിന്നെ സണ്ണിയേട്ടന്റെ കൂടെ സിംഗപ്പൂർ, മലേഷ്യ ട്രിപ്പ് കാര്യങ്ങള് ഒക്കെ ആയിട്ടൊക്കെ കിട്ടി. അങ്ങനെ സണ്ണിയേട്ടൻ ഭയങ്കര പിന്നെ സ്റ്റേജ് ഷോസ് സണ്ണിയേട്ടൻ ഭയങ്കര ഒരു സംഭവമാണ്. ഏതൊക്കെ സ്ഥലത്ത് പോയിട്ടുണ്ട് സ്റ്റേജ് ഷോസ്? കാരണം ഒരുപാടൊന്നുമില്ല, കുറച്ച് ദുബായ്, അമേരിക്ക, സിംഗപ്പൂർ, ലണ്ടൻ, UK അവിടെയൊക്കെ പോകണമെന്നുണ്ട്. ഇതുവരെയും നടന്നിട്ടില്ല, ഇനി വേണം നോക്കാൻ. പോയ സ്ഥലങ്ങള് സിംഗപ്പൂർ പോയിട്ടുണ്ട്, ദുബായ് പോയിട്ടുണ്ട്, പിന്നെ ഇന്ത്യ മൊത്തം പോയിട്ടുണ്ട്, മലേഷ്യ, അങ്ങനെ കുറെ സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. സ്റ്റേജ് ഷോസ് പോകുമ്പോ അവിടുന്ന് കിട്ടുന്ന ഒരു എനർജി ലെവൽ എങ്ങനെയാണ്? അത് വേറെയാണ്, ഭയങ്കര സംഭവമാണ്. അത് എനിക്ക് തോന്നുന്നത് കൂടുതൽ ആൾക്കാർ എൻജോയ് ചെയ്യണത് പുറത്താന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ നാട്ടിൽ ഓഫ് കോഴ്സ് അടിപൊളി എല്ലാം ആണ്. പക്ഷെ എന്നാലും നമുക്കും കുറച്ചും കൂടി സംഭവം പുറത്തു പോകുമ്പോഴാണല്ലോ
അങ്ങനെ അങ്ങനെയൊന്നുമില്ല, എല്ലായിടത്തും എല്ലാവരും ഒരുപോലെ തന്നെയാണ് ആഘോഷിക്കുന്നത്, എല്ലാ നാട്ടിലും ടൈപ്പ് പുറത്തും. ഓഫ് സോങ്സ് അവർ റിക്വസ്റ്റഡ് സോങ്സ് വരും, അതോ ഇവിടുന്ന് കൊണ്ടുപോകുന്നതാണോ പാട്ടുകൾ? കുറെ പാട്ടുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ട് പോകും ഏകദേശം. പിന്നെ കുറെ റിക്വസ്റ്റ് അവിടെ നിന്ന് വരും. അറിയാവുന്നത് പാടും, ഇല്ലാത്തത് തൊഴുത് വിടും. അങ്ങനെയൊക്കെ ഇത് വിടും, അറിയില്ലാത്ത പറയും, അങ്ങനെയൊക്കെ. സിംഗപ്പൂരൊക്കെ പോയിട്ടുണ്ടല്ലേ? ആ, സിംഗപ്പൂർ പോയിട്ടുണ്ട്. അവിടെ ഒരാഴ്ചയോളം ഉണ്ടായിരുന്നു ഷോസ്. അതും ഷോസ് ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ ഒരു കൺസെപ്റ്റിന്റെ ഒരു ഷോ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു അടിപൊളി ഷോ ആയിരുന്നു. അത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെന്നല്ല, ഞാനത് മറക്കൂല. അവിടുത്തെ സ്റ്റേജ് ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ സണ്ണിയേട്ടൻ ഭയങ്കര മ്യൂസിക് ഭയങ്കര സെൻസാണ്. അപ്പോൾ സണ്ണിയേട്ടൻ പറഞ്ഞു, നീ ഈ പാട്ട് പഠിച്ചിട്ട് ഒരു കവർ ചെയ്ത് വെക്ക്, എന്നിട്ട് ആ പാട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കൊണ്ട് ഈ പാട്ട് പഠിച്ചു അപ്പോൾ അന്നാണ് ഞാൻ ആ പാട്ട് കേൾക്കണത്. പണ്ടത്തെ പാട്ട്, സൂര്യയുടെ അച്ഛൻ നായകനായിട്ട് അഭിനയിച്ചൊരു പടം ഉണ്ടായിരുന്നു. പടത്തിൻ്റെ പേര് എനിക്കറിയില്ല. പാട്ട് ഇതാണ്, രാജാ സാറ് ചെയ്ത പാട്ടാ. ചിന്നക്കണ്ണൻ അഴകിറായ് ചിന്നക്കണ്ണൻ അഴകിറായ് രാധയെ പൂങ്കോതയെ നനന്ന രാഗത്തെ പാട് ചിന്നക്കണ്ണൻ അഴകിറായ്. അത് പാടിയത് ബാലമുരളീകൃഷ്ണ സാറാ പാടിയേക്കണത്. മ്യൂസിക് ചെയ്തേക്കണത് ഇളയരാജ സാറാ. അപ്പോൾ ഈ പാട്ട് ഞാൻ കവർ ചെയ്തിട്ട് ഇത് സിംഗപ്പൂർ പോയിട്ട് അവിടെ ഇത് വലിയൊരു സ്റ്റേജിൽ ഈ പാട്ട് ലൈവ് ഇട്ടിട്ട് അവർ ഡാൻസ് കളിച്ചു. ഭയങ്കര രസം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ ആദ്യമായിട്ടാണ് അപ്പോഴാണ് സണ്ണിയേട്ടൻ പറഞ്ഞ ഒരു സംഭവം ഞാൻ മനസ്സിലാവണത്. അവിടെ ലൈവില് അവരത് ഡാൻസ് പെർഫോം ചെയ്തു. നമ്മുടെ ഇവിടെ കാണുന്ന പോലത്തെ ഒരു പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല, അത് വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ അവിടെ ഇങ്ങനെ ഓഡിയൻസ് ക്രൗഡും മിക്സ് ആയിരിക്കും അല്ലേ? മലയാളീസും ഇപ്പൊ തമിഴ് പാട്ട് പാടി എന്ന് പറഞ്ഞപ്പോ തമിഴുണ്ട്, മലയാളിയുണ്ട്. അതാണ് കൂടുതൽ. തമിഴും മലയാളികളാണ്, തമിഴ് ആണ് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പിന്നെ ആൾക്കാരായിട്ട് അങ്ങനെ പരിചയപ്പെടലില്ലല്ലോ, നമ്മുടെ സ്റ്റേജിൽ പാടുന്നു പോകുന്നു, അങ്ങനെയല്ലേ. അങ്ങനെ അവിടെ പോയിട്ട് സ്ഥലങ്ങളൊക്കെ പിന്നെ കാണാനുള്ള സമയം പരിപാടി 2 മണിക്കൂറല്ലോ, ബാക്കി 22 മണിക്കൂർ സ്ഥലം കാണാനും തീറ്റയും തന്നെയായിരുന്നു. അവിടെ തിന്നാത്ത സാധനങ്ങളൊന്നുമില്ല, എന്തുമാത്രം വെറൈറ്റി സാധനങ്ങൾ. നല്ല ഭക്ഷണപ്രിയനാണ് തോന്നുന്നു. ഇല്ല, ഭക്ഷണം വളരെ കുറവാ. ചായ കുടിക്കും, ചായ കണ്ടമാനം ചായ കുടിക്കും. അങ്ങനെ പുതിയ പുതിയ ഭക്ഷണങ്ങൾ ടേസ്റ്റ് ചെയ്യാനൊക്കെ ടേസ്റ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് കഴിക്കല് വളരെ കുറവാ. കാണുമ്പോ ഇങ്ങനെ ഇരിക്കണം, ഭക്ഷണമൊക്കെ ഭയങ്കര കുറവാ. പ്രദീപ് പൂവൻകോഴിയിലും പാടിയിട്ടുണ്ട്. പ്രദീപ് പൂവൻകോഴിയിൽ അത് എനിക്ക് നമ്മുടെ ഗോപിച്ചേട്ടന്റെ കുറെ വർക്കുകൾക്ക് ഉദയൻ ചേട്ടൻ തന്നെ, ഉദയകുമാർ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ സിംഗർ ആയിട്ടുള്ള ഉദയൻ ചേട്ടനാണ് എന്നെ ഗോപിച്ചേട്ടന്റെ അടുത്തേക്ക് കോറസിനൊക്കെ വേണ്ടി വിളിക്കുന്നതാണ്. അങ്ങനെ കുറെ പാട്ട് ഗോപിച്ചേട്ടന് വേണ്ടിയിട്ട് ഇങ്ങനെ പാട്ടല്ല, കോറസ് പോർഷൻസ് ഇങ്ങനെ പാടാം. അപ്പൊ ഞങ്ങൾ കുറെ പേര് പാടിയിട്ടുണ്ട്. സിയ പാടിയിട്ടുണ്ട്, സുധീഷ് കുമാർ ഉണ്ട്, നമ്മുടെ സിജു ഉണ്ട്, സച്ചിൻ രാജ് ഉണ്ട്, മനമറിയുന്നോളൊക്കെ പാടിയ സച്ചിൻ. അങ്ങനെ കുറെ പേരൊക്കെ കൂട്ടത്തിലാണ് ഞാനും പാടിയത്. അങ്ങനെ ഏതോ ഒരു സമയത്ത് ഈ പാട്ടില് സിംഗർ എന്നുള്ള പേരിൽ എന്റെ പേരും കൂടി വന്നു, പ്രദീപ് പൂവൻകോഴി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ഭയങ്കര ഒരു സംഭവമായിട്ട് മിഥുൻ ചേട്ടനെ കണ്ടാണ് പാടി, മിഥുൻ ആനന്ദ് പുള്ളിയാണത് പാടി. ഇങ്ങനെ പാടാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ റെക്കോർഡിംഗ് ഉണ്ടാവും. അപ്പൊ പല കോറസ് 6 പാടണം. അപ്പൊ ആ കൂട്ടത്തിൽ അങ്ങനെ വന്നു പോയതാണ്. ഒരുപാട് സിനിമകൾ പാടിയിട്ടുണ്ടല്ലോ? ഒരുപാടൊന്നുമില്ല, 10-16 സിനിമ പാടിയിട്ടുണ്ട്. സിനിമകൾ പാടിയിട്ടില്ലേ? അപ്പൊ അതില് വളരെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ട് പറയുകയാണെങ്കിൽ ഏതായിരിക്കും? എല്ലാം എനിക്ക് ക്ലോസ് ആണ്. നമുക്ക് ഒരു പാട്ട് ഭയങ്കര സംഭവം, എല്ലാത്തിനോടും അങ്ങനെ പ്രത്യേകിച്ചില്ല. എന്നാലും എല്ലാ പാട്ടും എനിക്കിഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ, ശ്രീജിത്ത് അടവന എന്ന് പറഞ്ഞിട്ട് മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹം ഒരു പടം ഡയറക്റ്റ് ചെയ്തു, സിക്കാട എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ പടത്തില് ഞാൻ അഭിനയിക്കുകയും ചെയ്തു, അതിനകത്തൊരു റോള് ചെയ്തു. പിന്നെ അപ്പൊ അവര് പറഞ്ഞു ഒരു വെടക്ക് ലുക്കുള്ള ഒരുത്തൻ വേണം എന്ന് പറഞ്ഞപ്പോ എല്ലാവരും കൂടെ എന്റെ മുഖത്തോട്ടേക്ക് ദീപം കറക്റ്റാന്ന് പറഞ്ഞു. ഒരു അലമ്പ് ലുക്കുള്ള ഒരുത്തൻ വേണം എന്ന് പറഞ്ഞപ്പോ ദീപം കറക്റ്റാ, മേക്കപ്പ് ഒന്നും വേണ്ട, വെറുതെ പിടിച്ച് നിർത്തി എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ പിടിച്ച് അതിനകത്ത് നിർത്തി. അങ്ങനെ ഒരു റോള് അതിനകത്ത് അഭിനയിച്ചു. ഫസ്റ്റ് സീൻ തന്നെ ഭയങ്കര രസമായിരുന്നു. അത് ഞാനിവിടെ പറയാൻ പറ്റില്ല, അമ്മാതിരി സീനായിരുന്നു ഫസ്റ്റ് സീന്. അഭിനയം ഇഷ്ടമായിരുന്നു അല്ലേ? അഭിനയം പറഞ്ഞപ്പോഴേക്കും ചെയ്യാനുള്ള ഒരു ഇത് വന്നല്ലോ, കോൺഫിഡൻസ്. അഭിനയം ഇഷ്ടമാണ്, നമുക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല, ഇഷ്ടമാണ്. മറ്റേ തോന്നക്കൽ പഞ്ചായത്തിൽ ഓരോരോ അരി എന്ന് പറഞ്ഞ ഒരു അവസ്ഥയായിരിക്കും നമ്മളത്. പിന്നെ ഞാനിപ്പോ ട്രൈ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞപ്പോ ചെയ്തു. അപ്പൊ അവര് ഓക്കെ പറഞ്ഞു. എനിക്കറിയാൻ പാടില്ല ശരിയായതാണോ, ഇനി ഇവനെ കൊണ്ട് ചെയ്താൽ ഇത്രേ വരുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് അറിയാൻ പാടില്ല. ഓക്കെ പറഞ്ഞു. അപ്പൊ ആ പടത്തിൽ 4 ലാംഗ്വേജ് ആയിരുന്നു ആ പടം. ടൈറ്റിൽ സോങ് 4 ലാംഗ്വേജിലുണ്ടായിരുന്നു. അത് 4 ഞാൻ തന്നെ പാടിയത്. പിന്നെ ഒരു തെലുഗു
ലവ് സോങ് ഉണ്ടായിരുന്നു. അതും ഞാനും പാടി. പിന്നെ എൻ്റെ കൂടെ ഡ്യൂറ്റ് പാടിയത് നമ്മുടെ കുച്ചിനും അടുത്തപ്പെട്ടി എന്ന് പറഞ്ഞിട്ട് മഹേഷ് ബാബുവിന്റെ പടം ഉണ്ടായിരുന്നില്ലേ, ഷംന കാസിമിന്റെ ഡാൻസ് ഒക്കെ ഉള്ള പാട്ട്. ആ പാട്ട് പാടിയ സിംഗർ ആയിരുന്നു എൻ്റെ കൂടെ പാടിയത്, സാഹിദി ചകണ്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് അവിടെ ഭയങ്കര ഹിറ്റായിരുന്നു. നമ്മുടെ തെലുഗുലൊക്കെ ഒരു പാട്ട്, ഞാൻ പാടിയ പാട്ട്, ഞാൻ പാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാട്ട് അവിടെ ഹിറ്റായിരുന്നു. പിന്നെ കന്നഡയിൽ വിജയശ്വാസ് അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു പാട്ട് പാടി. തമിഴിൽ പുള്ളി തന്നെ പാടിയത്, നീ ഹോഗോ ദാരിയല്ലി എന്ന് പറഞ്ഞിട്ട്. നീ ഹോഗോ ദാരിയല്ലി ಸಂಪಿಗೆ ಹೂವಂತೆ ನಾನಿರುವೆ, ನೀ ಹೋಗೋ ದಾರಿಯಲ್ಲಿ ಸಂಪಿಗೆ ಹೂವಂತೆ ನಾನಿರುವೆ. അത് കന്നഡയായിരുന്നു. വിജയ് സാറ്, വിജയ് ചേട്ടൻ, പുള്ളി ഇത് ഹീറോ, ഞാനാണ് പാടിയത്. എന്നിട്ട് ഞാനിത് പലർക്കും അയച്ചു കൊടുത്തിട്ട് ആരും വിശ്വസിച്ചില്ല. എല്ലാരും പറഞ്ഞു, ആരും ഒന്നും ചോദിച്ചില്ല. പിന്നെ ഞാൻ എടുത്തു പറഞ്ഞത് ഞാൻ പാടിയതാന്ന് പറഞ്ഞ് എടുത്തെടുത്ത് പറയണം. അല്ല, അത് ഭയങ്കര ഒരു വിജയ് എസ് വേണ്ടി പാടുക എന്ന് പറയുമ്പോ അത് ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര റെയർ കോമ്പിനേഷൻ. പലർക്കും പിന്നെ ഞാൻ എഴുതി എന്റെ ക്ലോസ് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തു, ഞാൻ ഈ പാട്ട് അയച്ചു കൊടുത്തു. അപ്പൊ അവരാ നോക്കിയിട്ട് അവര് കളഞ്ഞു. ഞാൻ പിന്നെയും വിളിച്ചിട്ടുണ്ട്, അത് ഞാൻ പാടിയതാടാ, നീ പാടിയതോ എന്ന് ചോദിച്ചു. വിശ്വസിക്കാൻ പറ്റാത്തൊരു എല്ലാരും വിജയശാസനെ കാണുമ്പോ തന്നെ പുള്ളി പാടുന്നതായിരിക്കുമല്ലോ, പുള്ളി നായകൻ, വേറൊരാളെ കൊണ്ട് പാടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. അതും ശ്രീജിത്ത് തടവന മ്യൂസിക് ഡയറക്ടർ, പുള്ളിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പാടാൻ ചാൻസ് തന്നത്. ഈ എല്ലാ ലാംഗ്വേജിലും പാടാൻ തന്നത് എനിക്ക് വിജയശ്വാസ്, അല്ല സോറി, ആ പടത്തിലൊക്കെ പാടാൻ തന്നത് ശ്രീജിത്ത് തടവന പുള്ളിയാണ്. പുള്ളി ഇപ്പൊ ഡയറക്ഷനിലോട്ട് തിരിഞ്ഞേക്കാണ്. അത് വലിയ കോമഡിയാണ്. ഞാൻ ഒരു പ്രോഗ്രാം ചെയ്ത സമയത്ത് നമ്മുടെ ശ്രീജിത്ത് തടവനെ പരിചയപ്പെട്ടു. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഞാൻ ചാൻസ് ഒക്കെ ചോദിച്ചു. അപ്പോൾ എന്നെ ഇങ്ങനെ വിളിക്കും, ഒരുപാട് ചാൻസ് ഒക്കെ എനിക്ക് പാടി തന്നു. ഞാൻ ചെന്ന് ചാൻസ് ചോദിച്ചതിന്റെ അടുത്ത പ്രോജക്റ്റ് പുള്ളി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇനി മ്യൂസിക് ചെയ്യുന്നില്ല, ഞാൻ ഇനി തൊട്ട് ഡയറക്ഷനിലോട്ടേ ഉള്ളൂ എന്ന് ഞാൻ പെട്ട്. പക്ഷെ ആ സമയത്ത് സംഭവം എന്ന് വെച്ചാൽ പുള്ളി ഭയങ്കര വലിയ ഫേമസ് ആയിട്ടുള്ള പാട്ടുകൾ ചെയ്തേക്കുന്ന ആളാ ഈ ശ്രീജിത്ത് തടവന. പക്ഷെ പുള്ളി ആലോചിച്ച ആ സമയത്ത് കൊറോണയും എല്ലാം കൂടിയൊക്കെ ആയിരുന്നു, വെള്ളപ്പൊക്കം കൊറോണയൊക്കെ ഉള്ളൊരു സമയത്തൊക്കെ ആയിരുന്നു. അപ്പൊ എല്ലാവരുടെയും പ്രൊജക്റ്റൊക്കെ ലോക്കായി നിൽക്കുന്ന സമയത്ത് എന്നാൽ പിന്നെ നമുക്കൊരു പടം ചെയ്യാം, മ്യൂസിക്കിനേക്കാൾ കുറച്ചും കൂടി നല്ലത് പടമായിരിക്കും എന്നുള്ള രീതിയിൽ അങ്ങനെ പടത്തിന് വേണ്ടിയിട്ടാണ് നോക്കിയത്. നമ്മളെല്ലാവരും ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഞാനും കൂടി. അപ്പൊ എന്നെ അസിസ്റ്റന്റ് ഡയറക്ടറാക്കി. ആദ്യം പാട്ടുണ്ട്, എല്ലാ ലാംഗ്വേജിലും പാടാം, കൂട്ടുകാരായതുകൊണ്ട് നമ്മൾ എല്ലാത്തിനും കൂടെ നിൽക്കണമല്ലോ. അസിസ്റ്റന്റ് ഡയറക്ടറാക്കി. പിന്നെ എൻ്റെ പൊന്നെ, പിന്നെ ചായ അടിക്കലായി, പശ ഒട്ടിക്കലായി, വണ്ടി ഓടിക്കലായി, ഫുൾ ഷൂട്ട്. വെളുപ്പിന് 4 മണി എഴുന്നേക്കണം, 6 മണിക്ക് ഫസ്റ്റ് ഷൂട്ട്. അതും കാട്ടിലൊക്കെയാണ്, അട്ടപ്പാടി, വാഗമൺ, ബാംഗ്ലൂര് ഒക്കെ ലൊക്കേഷൻ. വെളുപ്പിന് 2-3 മണി വരെയൊക്കെ. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ സിനിമാക്കാരൻ നമിച്ച് ഞാൻ. അതുവരെ നമുക്ക് സിനിമ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഓക്കെ ഒരു ഇൻഡസ്ട്രി എന്നുള്ളത് ജസ്റ്റ് ഒരു പോർഷനല്ലേ കാണുന്നുള്ളൂ, ബാക്കിൽ ഞാനപ്പോ ശരിക്കും പറഞ്ഞ സിനിമാക്കാരൻ നമിച്ച്. കാര്യം അവര് ചെയ്യണ വർക്ക് ഉണ്ടല്ലോ, നമുക്കത് അതിനകത്തുള്ളവർക്ക് അത് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാത്തവർക്ക് പണ്ടൊരു ഡയലോഗ് പറഞ്ഞ മാതിരി പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ വളരെ അകത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ ഇത്രയും എന്ന് പറയണില്ലേ, അതാണ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ നമിച്ചു പോകും, അത്ര കണ്ട് വർക്കാണ് അതിനകത്ത്. അപ്പോൾ ഒരു സിനിമേനെ നമ്മൾ കണ്ട വഴി കേട്ട വഴി ഇത് അങ്ങനെ ഇങ്ങനെ ഇത് പറയാതെ അവരെടുക്കുന്ന എഫേർട്ട് എന്നുള്ള സാധനമുണ്ട്. ആഫ്റ്റർ ഓൾ എല്ലാത്തിൻ്റെ ഉപരി ആ പടത്തിനൊരു റിസൾട്ട് ഉണ്ടാവണം എന്നുള്ളൊരു സംഭവമുണ്ട്. എന്നാലും ഇത്രയും ആൾക്കാർ ഇതെല്ലാം നന്നാവണം എന്ന് കരുതിയിട്ടല്ല ഇത് ചെയ്യുന്നത്. സിനിമയുടെ ബാക്കിൽ ഒരു 10-100 പേരുടെ അധ്വാനം ഉണ്ട്. അതെ, അന്ന് ഞാനത് ആദ്യമായിട്ട് അവിടെ പോയി വർക്ക് ചെയ്ത സമയത്ത് എൻ്റെ കണ്ണിൽ കൂടെ പൊന്നീച്ച് തുറന്ന് ഫസ്റ്റത്തെ ദിവസം തന്നെ ഞാൻ വിചാരിച്ച് എൻ്റെ ഈശ്വരോ പാട്ടൊക്കെ എന്ത് എത്ര ഇത്. പക്ഷെ സിനിമ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളായിട്ട് ഇറങ്ങിത്തിരിക്കണല്ലോ അത്രയും പാഷൻ ഉള്ളവർക്ക്. ഞങ്ങളുടെ ഷൂട്ടിൽ 10-30 ദിവസത്തിനോളം ഉണ്ടായിരുന്നു. അത് പല സമയത്തായിട്ടായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് 8 ദിവസം 10 ദിവസം 12 ദിവസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉൾക്കാട്ടിലൊക്കെ വെച്ചായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത്. ഫുൾ കാട്ടിൽ വെച്ചിട്ട് ആനയൊക്കെ ഓടിച്ചിട്ട് അവസാനം. നീ എന്റെ അഭിനയം കണ്ടിട്ടാണെന്ന് അറിയാൻ പാടില്ല, ആനയൊക്കെ വന്ന് കുത്താനൊക്കെ വന്നു. ഞങ്ങൾ ഓടി, ശരിക്കും സീരിയസ്ലി കാടാണല്ലോ. അപ്പൊ ഞങ്ങളുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ നമുക്ക് കാട്ടിന്റെ ഇതൊക്കെ പറഞ്ഞു തരും.
ശരിക്കും കാടിന്റെ ഉള്ളിലോട്ടൊക്കെ ശരിക്കും ഉൾക്കാട്ടിലോട്ടൊക്കെ കയറി ഞങ്ങള് ഷൂട്ടിന് വേണ്ടിയിട്ട്. അപ്പൊ കാടിന്റെ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ തള്ളി മറിക്കണം എന്നൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ കാടിന്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ കാടിന്റെ സൗണ്ട് ഉണ്ട്, അത് കേൾക്കേണ്ട ഒരു സൗണ്ട് തന്നെയാണ്. അത് കേൾക്കാൻ പറ്റില്ല, പക്ഷെ അത് നമുക്ക് ഫീൽ ചെയ്യും. ഒരു വല്ലാത്ത സൈലൻസ് ആണ്. അയ്യോ അത് കേൾക്കണം. അത് എനിക്ക് ശരിക്കും അത് ഇപ്പോഴും ഉണ്ട് മനസ്സിൽ. നമ്മളവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ എവിടെന്നെങ്കിലും ഈ കാറ്റടിക്കുന്ന സൗണ്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ചില്ലകൾ ഇങ്ങനെ ഒരയണ സൗണ്ട്, നമ്മളതൊന്നും ഇവിടെ നിന്ന് കേൾക്കലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കേൾക്കുന്നത്. പക്ഷെ അവിടെ ചില സമയത്ത് ചില്ലകളൊക്കെ ഒടിയുമ്പോ ഈ ഗൈഡ് പറയും ആനയുണ്ട് അവിടെ എന്ന് പറയും. അപ്പൊ തന്നെ നമ്മുടെ റിലേ മുഴുവൻ കട്ടായി, പിന്നെ ബ്ലാങ്കായി. ഇനി അടുത്ത വഴി ഓടാൻ വേണ്ടി നോക്കും. കാട്ടിൽ എവിടെ ഓടാനാണ്? അങ്ങനെ ഒരു ദിവസം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരാന കണ്ടതുപോലെ തോന്നി. ആനയുടെ ഉള്ളിലുണ്ടോ എനിക്കറിയാൻ പാടില്ല, ആന കണ്ടതുപോലെ തോന്നി. നമ്മൾ ആനാന്ന് പറഞ്ഞല്ല, ഞാൻ എല്ലായിടത്തും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആനാന്ന് പറഞ്ഞത്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും പറഞ്ഞപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ. ബാക്കി എല്ലാവരും ഓടിക്കഴിഞ്ഞു. ബാക്കി എല്ലാവരും ഓടി വേറെ സ്ഥലത്തെത്തി. ഏതൊക്കെ വഴി ഓടിയോ. പിന്നെ അടുത്ത് കണ്ട വീടിന്റെ ഉള്ളിലൊക്കെ കയറി. അവരൊക്കെ പേടിച്ചു. അപ്പൊ അവര് എല്ലാരും എന്നെ പറഞ്ഞു, നീ നിനക്ക് തോന്നിയതാണ്, നീ ചുമ്മാ പറഞ്ഞ് പറ്റിച്ചാന്ന്. ഞങ്ങൾ ഇല്ല, സത്യമായിട്ടും കണ്ടെന്നുണ്ട്. പിന്നെ 2 ദിവസം കഴിഞ്ഞ് അവര് പറഞ്ഞു അവിടെ ആന ഉണ്ടായിരുന്നു എന്ന് അവര് പറഞ്ഞു. ആന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? എല്ലാം ഉണ്ടായിരുന്നു, ഞങ്ങളും ഉണ്ടായിരുന്നു. അല്ല, കാടാണല്ലോ, അപ്പൊ ഞാൻ പുലിനെയൊക്കെ പ്രതീക്ഷിക്കാലോ. അത് അതെ അതെ, എല്ലാം ഉണ്ട് അവിടെ, എല്ലാം. അങ്ങനെ ഷൂട്ട് എന്നൊക്കെ പറഞ്ഞു, അതാണ് ഷൂട്ടിന്റെ ഒരു കാര്യം പറയായിരുന്നു. അപ്പൊ അതിൽ ആ ഒരു റോള് കിട്ടി. പിന്നെ 2-3 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ തോന്നുന്നു അല്ലേ? ഇപ്പൊ ഒരു 2 പടം കഴിഞ്ഞു. പക്ഷെ അത് ചെറിയ ചെറിയ റോളാ, അതൊന്നും പറയാറായിട്ടില്ല, ഒന്നും ആയിട്ടില്ല. വരാൻ പോണത്. പിന്നെ ഒരു സർവം മായയില് ഞങ്ങൾ കുറെ പേരുണ്ടായിരുന്നു. അത് ലാസ്റ്റ് നിവിൻ പോളി ഇങ്ങനെ വന്ന് ക്ലൈമാക്സിൽ ഗിറ്റാറൊക്കെ വെച്ച് വായിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ ബാക്കിലൊക്കെ നിന്ന് പാടാൻ വേണ്ടിട്ട് സിംഗേഴ്സിനെ, ഒറിജിനൽ സിംഗേഴ്സ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി, ഞാനിങ്ങനെ പോയി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അഭിനയമല്ല, വെറുതെ നിന്നിട്ട് ഒരു പോർഷൻ പാടുക എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉണ്ടായിരുന്നു സർവം മായയിലൊക്കെ. അപ്പൊ വീട്ടില് ഞങ്ങള് തിയേറ്ററിൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് ഈ സീനത്തെ പറ്റി അമ്മ അടുത്തിട്ട് ഞാൻ തേ നിൽക്കുന്നത്, നീ പോടാ, നീ ഒന്നുമല്ല, ഫുൾ മറ്റേ സ്റ്റേജ് പുകയൊക്കെ ആണല്ലോ. അങ്ങനെ പക്ഷെ കാണാനുണ്ടായില്ലേ? കാണാനുണ്ട്. പിന്നെ അത് നമ്മൾ പറയണം, ഇത് ഞാനാണെന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം ആ സമയത്ത്. അപ്പോഴത്തേക്ക് പോർഷൻ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അല്ല, നല്ലൊരു ഹിറ്റ് ആയിട്ടുള്ള സിനിമയുടെ ഭാഗമാവാൻ കഴിയാന്ന് തന്നെ വലിയ കാര്യമാണല്ലോ. അത് ശ്യാം പ്രസാദ് സിംഗർ, പുള്ളിയാണത് ചാൻസ് എനിക്ക് റെഡിയാക്കി തന്നു. കർണാട്ടിക് അല്ലേ പഠിച്ചിരിക്കുന്നത്? വേറെ വെസ്റ്റേൺ അങ്ങനെ എന്തെങ്കിലും പഠിച്ചു? കർണാട്ടിക് ഇപ്പോഴും പഠിക്കുന്നുണ്ട്. കർണാട്ടിക് ഇപ്പോഴും മരുത്തൂർവട്ടം ഉണ്ണികൃഷ്ണൻ മാഷിന്റെ അടുത്ത് ഇപ്പോഴും പഠിക്കണത്. പിന്നെ ഇതിനു മുന്നേ കുറച്ച് സാർമാരുടെ അടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. സതീശൻ മാഷ്, ഫിലിപ്പ് മാഷ്, ഷാജി സാറ്, മരുത്തൂർവട്ടം ഉണ്ണികൃഷ്ണൻ മാഷിന്റെ അടുത്താണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചേർത്തലയിൽ. പിന്നെ കോളേജിൽ ജയലക്ഷ്മി ടീച്ചർ, ഭുവനേശ്വരി ടീച്ചർ, പിന്നെ ഗുരുവായൂർ മണികണ്ഠൻ എന്ന് പറഞ്ഞ മാഷുണ്ട്. മണികണ്ഠൻ മാഷ്, സാംബശിവൻ സാറ്, അങ്ങനെ ലീലാമണി ടീച്ചർ, അങ്ങനെ കുറച്ച് പേരുണ്ട്. കുറെ പേരുടെ അടുത്തൊക്കെ പഠിച്ചു എന്ന് വെച്ചാൽ ഞാനിങ്ങനെ പഠിക്കാൻ വേണ്ടി പോയിരിക്കും, അവര് പഠിപ്പിക്കും. ഈ ഗുരുക്കന്മാരുടെ അടുത്ത് ലൈഫ് ലോങ് ലെസൺ പറഞ്ഞെങ്കിൽ എന്താണ് അവരടുത്ത് പഠിച്ചിട്ടുള്ളത്? ഒന്നുമില്ല, പ്രാക്ടീസ് ആണ് മെയിൻ. പ്രാക്ടീസ്, വോക്കൽ ഹൈജീൻ, അങ്ങനെ എന്തെങ്കിലും, പിന്നെ ശബ്ദം സൂക്ഷിക്കണം. അതൊക്കെ സൂക്ഷിക്കണം, എന്നാലല്ലേ പ്രൊഫഷണലിൽ നിൽക്കാൻ പറ്റുള്ളൂ. നമ്മള് തോന്നിയാസം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നോക്കില്ല. അതൊക്കെ സൂക്ഷിക്കണം. അതൊക്കെ എല്ലാവർക്കും നോർമലി ഉള്ള പോലെയൊക്കെ തന്നെ. നമുക്ക് പറ്റാത്തത് ഉപേക്ഷിക്കുക, ചൂട്, തണുപ്പ്, സ്വഭാവം, ഇതൊക്കെ. പക്ഷെ ഇതൊന്നും നടക്കാറില്ല ശരിക്കും പറഞ്ഞാൽ. അതിനിടയ്ക്ക് വെസ്റ്റേൺ ട്രൈ ചെയ്തൊന്നും? വെസ്റ്റേൺ ഇപ്പൊ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ബിജു എന്ന് പറഞ്ഞ ചേട്ടന്റെ അടുത്ത്, ഇവിടെ എടപ്പള്ളിയിലുള്ള ബിജു ചേട്ടന്റെ അടുത്ത് തുടങ്ങിയിട്ടുള്ളൂ. പുള്ളി വോക്കൽ സിംഗറാണ്. വെസ്റ്റേണിലോട്ട് അത് ഈ പറഞ്ഞ ഞാൻ ആദ്യം വർക്ക് ചെയ്ത സിനിമയുണ്ട് സാമ്പാർ എന്ന് പറഞ്ഞിട്ട്. ആ സിനിമയുടെ ഓർക്കസ്ട്രേഷൻ ചെയ്തത് അശ്വിൻ ശിവദാസ് എന്ന ചേട്ടനാണ്. അശ്വിൻ ചേട്ടനെ അറിയാൻ പറ്റും, ലജ്ജാവതി ആ പാട്ടൊക്കെ ഇല്ലേ, ആ പാട്ട്. പിന്നെ മറ്റേ യാഞ്ചി, വിക്രം വേദ, അങ്ങനെയൊക്കെ ഒരുപാട്. ഇപ്പൊ അടുത്തൊരു മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞിട്ട് ആര്യയുടെ പടം, അങ്ങനെ 10,000-2000 സിനിമയ്ക്ക് മേലെ മ്യൂസിക്കിന്റെ റിതം പ്രോഗ്രാമും ഒക്കെ ചെയ്തിട്ടുള്ള മ്യൂസിക് ഡയറക്ടറും കൂടി നാം എന്ന് പറഞ്ഞ സിനിമയുണ്ട്. ആ സിനിമയൊക്കെ ചെയ്ത ചേട്ടനാണ് അശ്വിൻ ശിവദാസ് എന്നിട്ട്. അപ്പം അശ്വിൻ ചേട്ടൻ്റെ അടുത്ത് ഇടയ്ക്ക് ഇങ്ങനെ കോൺടാക്ട് ഉണ്ട്, സണ്ണിയേട്ടനും മാതിരി തന്നെ. അപ്പോൾ സണ്ണിയേട്ടനും അശ്വിൻ ചേട്ടനും ക്ലോസ് ആണ്. അവരെപ്പോഴും ഒന്നിച്ച് കുറേ പ്രോഗ്രാംസ് ഒക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ കണക്ഷൻ വന്നത്. അപ്പോൾ അശ്വിൻ ചേട്ടൻ ഇപ്പം അടുത്ത് ബാൻഡ് അതൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ 2 പാട്ടൊക്കെ ഇങ്ങനെ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വെസ്റ്റേണും കൂടി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യ്, ഞാനൊരാളെ സജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്
ബിജു ചേട്ടനെ സജസ്റ്റ് ചെയ്തത്. അങ്ങനെ ബിജു ചേട്ടനാണ് ഇപ്പം എന്നെ ഇത് പഠിപ്പിക്കുന്നത്. അപ്പം എൻ്റെ വോക്കലൊന്നും കൂടി നമ്മൾ എല്ലാം കൂടി പഠിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കൂലെന്ന് പറഞ്ഞുകൂടാ. ബിജുചേട്ടൻ അടിപൊളിയാണ്, എപ്പോഴും എന്നെ വഴക്ക് പറയും. പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ വേണമല്ലോ. അങ്ങനെ ബിജുചേട്ടൻ ഇവിടുത്തെ ലീഡിങ് ആയിട്ടുള്ള സിംഗറാണ്, വെസ്റ്റേൺ സിംഗർ. സോഷ്യൽ മീഡിയയിൽ എത്രമാത്രം ആക്റ്റീവ് ആണ്? എനിക്ക് തോന്നുന്നു അത്ര ആക്റ്റീവ് അല്ല തോന്നുന്നു. അത്ര ആക്റ്റീവ് അല്ല, അങ്ങനെ അത്ര ആക്റ്റീവ് അല്ല. അതുകൊണ്ട് എൻ്റെ പല കൂട്ടുകാർക്കും ഒരു പരിപാടിക്ക് ചെല്ലാൻ നേരത്തോ അല്ലെങ്കിൽ വിളിക്കാൻ നേരത്തോ നീ ജീവിച്ചിരിപ്പുണ്ടെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇപ്പൊ അങ്ങനെയാണല്ലോ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ നമ്മളില്ലെങ്കിൽ നമ്മൾ മരിച്ചു എന്നുള്ളതാണ് പൊതുവിലുള്ള ഒരു സംഭവം. നമ്മളില്ല, നമ്മൾ ഈ ഫീൽഡ് വിട്ടു എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ. 1998 മുതൽക്ക് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്. അയ്യോ, അങ്ങനെയൊക്കെ അത്ര വലിയ ആളൊന്നും അല്ല നമ്മൾ പറയാനായിട്ട്. എല്ലാം സോഷ്യൽ മീഡിയ തന്നെ വലിയൊരു മാറ്റമാണല്ലോ. ഞാൻ തുടങ്ങിയത് 98-ലാണ്. അപ്പൊ അന്നൊന്നും സോഷ്യൽ മീഡിയ അത്ര വലിയ ഇല്ല, സോഷ്യൽ മീഡിയ ഇല്ല. ഫോണൊക്കെ തന്നെ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഫോണൊക്കെ വരുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ട്, അന്ന് ഇൻകമിങ്ങിന് വരെ 18 രൂപ അങ്ങനെ എന്തൊക്കെ ആയിരുന്നു. അത്രയും രൂപയുണ്ട് ഇൻകമിങ് 1 മിനിറ്റിനെങ്ങാണ്ട്. അങ്ങനത്തെ ഒരു സമയത്താണ് തുടങ്ങണ സമയം. പിന്നെ അതിനുശേഷം എനിക്ക് തോന്നുന്നു 2014 അത് കഴിഞ്ഞിട്ടൊക്കെ അല്ലേ ഒരു സോഷ്യൽ മീഡിയ വന്നത്. അപ്പോഴത്തേക്ക് എനിക്ക് നല്ല കുറേ ചാൻസുകൾ ഉണ്ടായിരുന്നു. ചാൻസ് മീൻസ് കുറേ അവസരം അല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്നു. അതൊന്നും നമുക്ക് ക്യാമറയിലോ ഒന്നിലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഹരിഹരൻ സാറിന്റെ കൂടെ പ്രോഗ്രാം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കൂടെ ഹരിഹരൻ സാറിന്റെ കൂടെ ഒരു സിനിമയിൽ പാടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഹരിഹരൻ സാർ വേറെ പാട്ട്, ഞങ്ങള് വേറെ പാട്ട്. അതും സണ്ണിയേട്ടന്റെ മ്യൂസിക്കാണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അതിനുശേഷം വിജിത് നമ്പ്യാർ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. പുള്ളി ഡയറക്ടറാണ്. മുന്തിരി മഞ്ചൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടറാണ്, മ്യൂസിക് ഡയറക്ടറും കൂടിയായിരുന്നു ആ സിനിമയിലെ. അപ്പോൾ വിജിത് ചേട്ടന്റെ പടത്തിലും ഇങ്ങനെ പാടാൻ കിട്ടിയ. പക്ഷെ അത് എനിക്ക് ലൈഫിൽ ഏറ്റവും വലിയൊരു ഇതാണ്. ആ പാട്ട് പാടിയത് ശങ്കർ മഹാദേവൻ സാറാണ്. സാറിന്റെ കൂടെയും ആ പാട്ടിലൊന്ന് മ്യൂസിക് ചെയ്യാൻ പറ്റി. ചിത്ര ചേച്ചി ഉണ്ടായിരുന്ന ഒരു പാട്ട്, അതിനകത്തും പാടാൻ പറ്റി. അങ്ങനെ ഡ്യുവറ്റ് അല്ല, ഇതൊക്കെ അവരുടെ കൂടെ കോറസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പാടാൻ കിട്ടി. അപ്പൊ നമ്മളെ സംബന്ധിച്ച് കോറസ് ആണെങ്കിലും അത് വലിയൊരു കാര്യമാണ്. കാര്യം ശങ്കർ മഹാദേവൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിത്ര ചേച്ചി, ഹരിഹരൻ സാറ്, സിദ് ശ്രീറാം അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ. അവരുടെ കൂടെയൊക്കെ നമുക്ക് ഒന്ന് പാർട്ടാവാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമായിട്ട്. അല്ല, പാടിയ പാട്ടും ഹിറ്റായുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണല്ലോ. അതെ അതെ അതെ. ഏറ്റവും കൂടുതൽ കേൾക്കണ പാട്ടുകൾ ഏതൊക്കെയാണ്? പഴയതാണോ അല്ലെങ്കിൽ പുതിയ ലേറ്റസ്റ്റും? അങ്ങനെ ഞാൻ എല്ലാം കേൾക്കും. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് നല്ല പാട്ട് ചെറിയ പ്രത്യേക ഒരു ഇഷ്ടം കൂടുതൽ ഇന്നടെ മ്യൂസിക് ഡയറക്ടറിന്റെ പാട്ടുകൾ എല്ലാവരും ഇഷ്ടമാണ്. കാര്യം എല്ലാവരും അവരവരുടേതായ രീതിയിൽ കിടിലം പാട്ടുകൾ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഇളയരാജ സാറാണെങ്കിൽ ഇളയരാജ, രവീന്ദ്രൻ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ നോക്കണം. പക്ഷെ അതല്ലാതെയും വരുന്ന പുതിയ ഡയറക്ടേഴ്സ് തന്നെ എത്രയോ നല്ല പാട്ടുകാരൻ മ്യൂസിക് പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെ പാട്ടും ഉണ്ടാവും. ഞാനിങ്ങനെ മ്യൂസിക് ഡയറക്ടർ ബേസ് ചെയ്ത് പാട്ട് കേൾക്കാറില്ല. പാട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ ഉണ്ടാവും. ഇഷ്ടമില്ലാത്ത പാട്ടൊന്നും അങ്ങനെ ഇല്ല, എല്ലാം ഇഷ്ടമാണ്. ഏതൊക്കെ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്? മ്യൂസിക് ഡയറക്ടർ ഫസ്റ്റ് വർക്ക് ചെയ്തത് സണ്ണി വിശ്വനാഥ്. സണ്ണിയേട്ടൻ്റെ ഒപ്പമാണ് 2014 സാമ്പാറിൽ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ സണ്ണിയേട്ടൻ ത്രൂ തന്നെയാണ് രണ്ടാമത്തെ വർക്കും കിട്ടിയത്. റെനിത് ഷെയിലായിരുന്നു അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ, UK-ലുള്ളതാണ്. പിന്നെ വർക്ക് ചെയ്തത് രാജേഷ് അപ്പുക്കുട്ടൻ, എൻ്റെ മാഷിൻ്റെ മോനാണ്. രാജേഷേട്ടൻ്റെ അതൊരു ടൈറ്റിൽ സോങ്, ഒരു പടത്തിൻ്റെ ടൈറ്റിൽ സോങ് പാടിയത്. പിന്നെ റോണി റാഫേലേട്ടൻ്റെ ഒപ്പം നമ്മുടെ മരക്കാർ, റോണി റാഫേലേട്ടൻ്റെ ഒപ്പം കുറച്ച് സിനിമകളിൽ ഇങ്ങനെ കോറസും അത് ഇതൊക്കെ ആയിട്ടൊക്കെ വർക്ക് ചെയ്തു. പിന്നെ റോണി ചേട്ടൻ്റെ ഒപ്പം തന്നെ ഹംഗാമ 2 എന്നൊരു സിനിമ ഉണ്ടായിരുന്നു, ഹിന്ദി. അപ്പം അതിനകത്ത് കോറസും RRO ഒക്കെ ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ കിട്ടി. പിന്നെ നമ്മുടെ വിജിത് നമ്പ്യാർ എന്ന ചേട്ടൻ, പുള്ളി ഡയറക്ടറാണ്. പുതിയൊരു പടം ഇപ്പം എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്, മുന്തിരി മഞ്ചൻ എന്നൊരു സിനിമ. അത് ഇറങ്ങിയതാണ്. അപ്പം അതിനകത്തും ഈ പറഞ്ഞ പോലെ ശങ്കർ മഹാദേവൻ സാറിൻ്റെ ഒപ്പം ചിത്ര ചേച്ചിയുടെ ഒപ്പം ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റി. അതൊക്കെ വലിയൊരു കാര്യം. ഗോപി സുന്ദർ സാറിൻ്റെ ഒപ്പം, ഗോപി ചേട്ടൻ്റെ ഒപ്പം കുറച്ച് പടങ്ങൾ എല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ കൂടുതലും പാട്ട് എനിക്ക് തന്നിരിക്കുന്നത് ശ്രീജിത്ത് അടവനെയാണ്. പുള്ളിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പാട്ട്. കംഫർട്ട് സോണിൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് എല്ലാം ഓപ്പൺ ആയിട്ട് പാടാൻ സഹായിച്ച ആള്. കുറെ പാട്ട് തന്നിട്ടുണ്ട് പുള്ളി. തമിഴ്, തെലുങ്ക്, കന്നഡ ഒക്കെ പാടാൻ മെയിൻ പാട്ടുകളൊക്കെ ആയിട്ട് പുള്ളി തന്നിട്ടുണ്ട്, ശ്രീജിത്ത് അടവന. സ്റ്റേജ് ഷോസ് ആരുടെ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്? സ്റ്റേജ് ഷോസ് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ എല്ലാവരുടെ കൂടെ നമ്മൾ ഷോ ചെയ്യും. എല്ലാവരുടെ കൂടെ ഷോ ചെയ്യാറുണ്ട്. ഇപ്പൊ പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല, അത്രയും ആൾക്കാരുണ്ട്. പിന്നെ ഞാൻ പാടി തുടങ്ങിയത് ഈ പറഞ്ഞ
അറാഫത്തക്ക എന്ന് പറഞ്ഞൊരു ഉണ്ട്, ആഷിഖേട്ടൻ സിംഗറാണ്. ആഷിഖേട്ടൻ ത്രൂ അറാഫത്തക്കയുടെ കൂടെയാണ് തുടങ്ങിയത്. പിന്നെ അവിടുന്ന് മനോജേട്ടൻ ബേസ് ഗിറ്റാർ ഒക്കെ മനോജേട്ടൻ്റെ കൂടെ കുറേ പ്രോഗ്രാംസിന് അങ്ങനെ പാടി. പിന്നെ അവിടുന്ന് കുറേ ഷോസ് ഇങ്ങനെ വന്ന് പിന്നെ വിധു പ്രതാപ് ചേട്ടൻ്റെ ഒപ്പം കുറച്ച് പാടി. സുജാത ചേച്ചിയോടൊപ്പം സ്റ്റേജിൽ പാടിയിട്ടുണ്ടായിരുന്നു. തില്ലാനയും ഒക്കെ സുജാത ചേച്ചി, അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. തമിഴ്നാട്ടിലാണ് പാടിയത്. തില്ലാന നീ നെഞ്ചിൽ തില്ലാന, ആ പാട്ട് റഹ്മാൻ സാറിന്റെ പാട്ട് അല്ലേ? റഹ്മാൻ സാറിന്റെ മനോ സാറാണ് പാടിയത് അത് ഒറിജിനലി. അപ്പൊ അന്ന് ഒരു വലിയൊരു സ്റ്റേജ് ആയിരുന്നു. സുജാത ചേച്ചിയോടൊപ്പം അന്ന് അങ്ങനെ പാടാൻ കിട്ടി. അതെന്റെ പിന്നെ കുറച്ച് പാടി. പിന്നെ പാടിയത് കുറെ പേരുടെ അൻവർ സാദേട്ടനൊപ്പം പാടിയിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും കൂടുതൽ സ്റ്റേജ് പാടിയിരിക്കുന്നത് വേണുഗോപാൽ സാറിന്റെ കൂടെയാണ്, വേണുചേട്ടന്റെ കൂടെയാണ്. അത് എന്റെ കൊച്ചിച്ചൻ, ഞാൻ പറഞ്ഞില്ലേ, കീബോർഡിസ്റ്റ് തിരുവനന്തപുരത്തുള്ള രാജ്മോഹൻ. പിന്നെ എന്റെ ചേട്ടനായിട്ട് വരും ബേസ് ഗിറ്റാർ വായിക്കുന്ന ശ്രീകുമാർ ഏട്ടൻ, അവരൊക്കെ ചേട്ടനായിട്ട് വരും. അപ്പൊ ആ സമയത്ത് ആണ് ഇവരുടെ കൂടെയൊക്കെ, വേണുചേട്ടൻ്റെ കൂടെയാണ് ഏകദേശം ഒരു കുറച്ചധികം ഷോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈവ് വേണുഗോപാൽ സാറിൻ്റെ ഒപ്പം. അതൊരു വലിയൊരു സംബന്ധിച്ച് ഭയങ്കര ഒരു കാര്യമാണ്. കാര്യം വേണുഗോപാൽ പോലത്തെ ഒരു വലിയൊരു സിംഗർ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ വേണുചേട്ടൻ്റെയാണ്. ഒന്നാം രാഗം പാടി, അത് നമ്മളതൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടെ കണ്ടത്. വേണുചേട്ടൻ ആദ്യം കണ്ട സമയത്ത് എൻ്റെ കിളി പറഞ്ഞിരിക്കുകയായിരുന്നു. നമ്മളിത് ചെറിയ കുട്ടി ഫസ്റ്റ് ഭയങ്കര ഒരു എന്താ പറയണ, അത്രയും നല്ലൊരു മനുഷ്യൻ, നല്ലൊരു പാട്ടുകാരൻ. പിന്നെ മധുചേട്ടനായിട്ട് ഇതുവരെയും പരിപാടിയൊന്നും കൂടാൻ പറ്റിയിട്ടില്ല. ഈ അടുത്ത് ഞങ്ങളുടെ ഒരു ആൽബം ഇറങ്ങി, ആ ആൽബത്തിൽ മധുചേട്ടനാണ് വോയിസ് ഓവർ കൊടുത്തത്. നീ എങ്കെ എന്ന് പറഞ്ഞിട്ട് ആൽബിൻ മ്യൂസിക് ചെയ്തിട്ട് ശാന്തില ചേച്ചി എഴുതി. അപ്പോൾ അതിൻ്റെ ഇതിൽ മധുചേട്ടനാണ് വോയിസ് ഓവർ കൊടുത്തത്. അപ്പം അങ്ങനെ വലിയൊരു കാര്യം, എനിക്ക് വലിയൊരു കാര്യം, ഞാൻ പാടിയ പാട്ടിൽ മധുചേട്ടനാണ് വോയിസ് ഓവർ കൊടുത്തത്. അപ്പൊ ഞാൻ മധുചേട്ടനെ വിളിച്ച് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ പഴയ കാര്യങ്ങളൊക്കെ മധുചേട്ടനെ അറിയാം. അപ്പൊ അങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോ അത് നീയാണോ പാടിയത്? ആ, അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് എന്റെ അടുത്തൊരു കോംപ്ലിമെന്റും പറഞ്ഞു, നീ പാടിയപ്പോ എവിടെയോ ഹരിഹരൻ ടച്ച് എന്ന്. ഞാൻ ഞെട്ടിപ്പോയി. ചേട്ടാ, അല്ല അത് മധുചേട്ടൻ പോലത്തെ ആളങ്ങനെ പറയാൻ വലിയൊരു കോംപ്ലിമെന്റ് തന്നെ അല്ലേ? അതെ. ഞാനത് പാടാൻ പറ്റാ, പിന്നെ എങ്ങനെയെങ്കിലും പാടിയാൽ പറ്റുന്ന ഞാൻ വിളിക്കുന്നത്. പാടിക്കഴിഞ്ഞാൽ മധുചേട്ടൻ പറഞ്ഞിരിക്കുന്നത് ഹരിഹരൻ ടച്ച് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയാട്ടാ, ഓക്കെ. കവർ സോങ്സ് കുറെ പാടിയിട്ടുണ്ടല്ലോ അല്ലേ? കുറച്ച്, അങ്ങനെ എല്ലാം ഒരുപാടൊന്നും ചെയ്തിട്ടില്ല, എല്ലാം കുറച്ചായിട്ടാ. എനിക്ക് പിന്നെ ഈ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഈ ഒരുപാടൊന്നും ആക്റ്റീവ് അല്ല, ഇടിച്ചു കയറണ പരിപാടി, അത് ഇങ്ങനെ എപ്പോഴും നിറഞ്ഞു നിൽക്കണം, എന്റെ തല എന്റെ ഫിഗർ, ആ ഒരു പരിപാടി എനിക്കില്ല. അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. പക്ഷെ ഇപ്പൊ എല്ലാരും പറയുന്നു അത് ചെയ്താലേ കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ നീ മരിക്കും എന്ന് പറയണത്. പരിപാടി കിട്ടില്ല, അത്രയും കോമ്പറ്റീഷൻ ഉണ്ടല്ലോ ഫീൽഡിൽ, അത്രയും സിംഗേഴ്സ് വരുന്നോണ്ട് എല്ലാരും സ്വന്തമായിട്ടുള്ള ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ. പണ്ട് ഞാൻ പാടിക്കൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനത്തെ ഒറ്റ ആളുടെ പരിപാടി ഇല്ല. അന്ന് ദാസാറിന്റെ പരിപാടി, അല്ലെങ്കിൽ ചിത്ര ചേച്ചിയുടെ പരിപാടി, MG ശ്രീകുമാറിന്റെ പരിപാടി, അങ്ങനെയൊക്കെയാണ് നമ്മളെ കേൾക്കുന്നത്, സുജാത ചേച്ചിയുടെ പരിപാടി. പക്ഷെ ഇപ്പൊ കാലം മാറി. ഇപ്പൊ പുതിയൊരാൾ വന്നാലും അയാളുടെ പേരില്ല പ്രോഗ്രാം. അതെ. ഇപ്പൊ കാലഘട്ടം പരിപാടി നല്ലതാണ്. ഒരുപാട് പുതിയ നല്ല സിംഗേഴ്സ് ഉണ്ടല്ലോ, അടിപൊളി പാട്ടുകാർ. ബാൻഡ് ഫോം ചെയ്യാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഓൾറെഡി ബാൻഡ് ഉണ്ട് ഞങ്ങൾക്ക്. ഞങ്ങള് കുറെ പെർഫോമൻസ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എനിക്കായിട്ട് എന്റെ പേരിലായിട്ടൊരു ബാൻഡ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. ഇത് നേരത്തെയുള്ള ബാൻഡാണോ? ഞങ്ങള് ഒരു ഷോ കിട്ടുമ്പോ ആ ഷോയ്ക്ക് ആർക്ക് അവൈലബിൾ ആണോ അവർ വെച്ചിട്ടൊരു ഷോ ചെയ്യും. അങ്ങനെയൊക്കെ. അങ്ങനെ ഇനിയിപ്പോ ഈ പാട്ടല്ലാണ്ട് വേറെ എന്തൊക്കെയാ ഹോബീസ് ഉള്ളത്? ഹോബി പാട്ട് തന്നെയാണ്. പിന്നെ ഹോബി ആയിട്ട് അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ചുമ്മാ ഇരിക്കുക, കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്കുക. കുറച്ച് സിനിമ കാണലൊന്നുമില്ല, വളരെ കുറച്ച്. ഇപ്പൊ ഈ സിനിമയിലേക്ക് വന്നേ പിന്നെയാണ് സിനിമ കണ്ടു തുടങ്ങുന്നത്. പിന്നെ നമ്മളിപ്പൊ സാധാരണ കാണുമ്പോഴല്ല ഇപ്പൊ സിനിമ കാണുന്നത്. ഇപ്പൊ സിനിമ കാണുമ്പോൾ നമ്മൾ അതിനകത്ത് വർക്ക് ചെയ്തതുകൊണ്ട് അറിയാം ഇത് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ്. അപ്പൊ അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഉള്ളൊരു കാണലാണ് ഇപ്പൊ കാണുന്നത്. അങ്ങനെ. ഫാമിലിയെ കുറിച്ച് പറയുന്നേ? ഫാമിലി അച്ഛൻ, അമ്മ, എനിക്ക് ചേച്ചി, അനിയൻ. പിന്നെ ഞങ്ങൾ വലിയൊരു കൂട്ടുകുടുംബം പോലെയാണ് എല്ലാരും. അപ്പൊ അവിടെ ഇങ്ങനെ കസിൻസ് ഒന്നുമില്ല, എല്ലാരും അനിയന്മാരും ചേച്ചിമാരും. ചേച്ചി ചെറുതായിട്ട്, ചേച്ചി ടീച്ചറാണ്, ഞാനും ഒരു ടീച്ചറാണ്. മ്യൂസിക് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പൊ, പാർട്ട് ടൈം ആയിട്ട്. ഇപ്പൊ നിലവിൽ ആലുവ ജീവസ് സെന്റർ സ്കൂളുണ്ട്,
CMA സ്കൂൾ, അവിടെ മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ ഇത് അപ്പൊ ഇതെല്ലാം കൂടി എങ്ങനെ ബാലൻസ് ചെയ്ത് പോകണം? അങ്ങനെ ഒരു തിരക്കൊന്നുമില്ല എനിക്ക്, അങ്ങനെ അത്ര വലിയ തിരക്കൊന്നുമില്ല, എല്ലാം സുഖമായിട്ട് പറയാം. എനിക്ക് സമയം കൂടുതലാണ്, അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. അപ്പൊ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ എന്താണ് ഈ വെള്ളപ്പൊക്ക സമയത്തും കൊറോണ സമയത്തൊക്കെ സ്കൂളാണ് ജീവസ് സ്കൂൾ ആലുവ, അവിടെയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. കാര്യം വേറെ ഞങ്ങളെ സംബന്ധിച്ച് പ്രോഗ്രാംസ് ഒന്നും ഇല്ലല്ലോ, വേറെ ഇതൊന്നും ആ സമയത്ത് എല്ലാം സ്റ്റോപ്പ്. അപ്പോഴും സ്കൂൾ തന്നെ പിരിച്ചുവിട്ടില്ല. ആ സമയത്ത് എല്ലാരും പറഞ്ഞു വിടായിരുന്നല്ലോ, പല കമ്പനീസും എല്ലാ ഫേംസും എല്ലാം സാലറി വരെ കട്ട് ചെയ്യുന്ന സംഭവം. പക്ഷെ സ്കൂൾ എനിക്കെല്ലാം തന്നു. ഞാൻ പോവാതിരുന്ന സമയത്തായിരുന്നു എനിക്ക് ഫുൾ സാലറി കിട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ പോയി കഴിഞ്ഞാൽ സാലറി കട്ടാവും. വൈകി ചെല്ലും, അങ്ങനെ ചെല്ലും, ലീവ് എടുക്കും. അപ്പൊ സ്കൂളിൽ പോകേണ്ട വീട്ടിൽ ഫുൾ ഇരുന്ന് കഴിഞ്ഞാൽ ഫുൾ സാലറിയാ. അങ്ങനെ അതുകൊണ്ട് വലിയൊരു കാര്യമായിരുന്നു സ്കൂളിന്. ഇപ്പോഴും ഉണ്ട് സ്കൂളിൽ. അന്ന് ഫുൾ ടൈം ഒക്കെ ആയിരുന്നു ആ സമയത്ത്, ഇപ്പൊ പാർട്ട് ടൈം ആക്കി. നമ്മുടെ ഷോസ് കാര്യങ്ങള് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നീങ്ങണമെങ്കിൽ അങ്ങനെ വേണം, അതുകൊണ്ട് അങ്ങനെ ആക്കി. നമ്മുടെ ഏതാണ്ട് സമയം ഏതാണ്ട് തീരാനായി. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചല്ലേ. അപ്പൊ എന്തായാലും ഇനി എല്ലാ അപ്കമിങ് പ്രൊജക്ട്സിനും ഓൾ ദി വെരി ബെസ്റ്റ് വിഷസ്. നീ എന്താ പറയാ, നീ ആക്ടിങ്ങിലോട്ടും അടുത്ത അല്ലേ സ്റ്റെപ്പ് അത് വരട്ടെ, നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരട്ടെ. നല്ലതല്ലേ, ചെയ്യാൻ ആഗ്രഹം ഉണ്ടല്ലോ. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു. എനിക്കും ഒരുപാട് നന്ദി പറയാനുണ്ട്. എന്നെ പോലത്തെ ഒരു ചെറിയൊരു കലാകാരനെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അവസരം തന്നതിന് മീനാക്ഷിയോടും ചേട്ടനോടും, പിന്നെ നമ്മുടെ ഷിയാസുക്ക, മെട്രോ സ്റ്റുഡിയോയിലെ ഷിയാസുക്കയാണ് എന്നെ ഇതിലേക്ക് പറഞ്ഞത്. ഷിയാസുക്കയോടും പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരോടും എൻ്റെ നന്ദി. താങ്ക് യു.